ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതും എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. വിശ്വസിക്കുന്നു. അതൊക്കെ വിശ്വസിച്ച് ഏറ്റെടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഒന്നും, ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഒന്നും, നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരു അപകടവും വരികയില്ല. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒന്നും അതിനെ കയറി തകർക്കുകയില്ല. നിങ്ങൾ ഒരു അനുഗ്രഹത്തിലാണോ നിൽക്കുന്നത്? നിങ്ങളുടെ 5 വയസ്സ് ഒരുത്തം പറ്റിച്ചോണ്ട് പോവുകയല്ല. ദൈവാനുഗ്രഹത്തിലാണ് നിൽക്കുന്നെങ്കിൽ നിന്നെ ആരും പറ്റിക്കാൻ ഇടവരികയല്ല, നിന്നെ ആർക്കും ചതിക്കാൻ പറ്റത്തില്ല. ബൈബിളിൽ എഴുതിയിരിക്കണം, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയല്ലെന്ന്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം എന്നെ ശിക്ഷിക്കുമോ, ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്ന പേടിയിലാകരുത്. ദൈവസ്നേഹത്തിൻ്റെ തണലിലാണ്, പേടിയിലല്ല ഞാനും നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്ന ഭയത്തിൻ്റെ താഴെയല്ല ഇപ്പം നിൽക്കേണ്ടത്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെ കരുതുന്നുണ്ട്, ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന ആ വിശ്വാസത്തിലും ആ ബോധ്യത്തിലും ആ സ്നേഹത്തിലും ഇപ്പോൾ നിൽക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഞാനല്ല ഇവിടെ അത്ഭുതങ്ങളെ ചെയ്യുന്നത്, ഞാനല്ല രോഗികളെ സൗഖ്യമാക്കുന്നത്, ഞാനല്ല വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. വചനത്തിലൂടെ യേശുവാണ് ഇവിടെ വരുന്നവർക്ക് അത്ഭുതങ്ങളെ ചെയ്യുന്നത്, അടയാളങ്ങൾ ചെയ്യുന്നത്, രോഗശാന്തികൾ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹത്വം മുഴുവൻ ദൈവത്തിനാണ്. സ്തുതിയും ബഹുമാനവും മഹത്വവും ദൈവത്തിനാണ്. നമുക്ക് തന്നെ അറിയാം, ഒരാഴ്ചയ്ക്കുള്ളിൽ എത്രയോ പേരാണ് ഓരോ ആഴ്ചകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യങ്ങളെ പറയുന്നത്. അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു റിസൾട്ടാണ്. നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഞാൻ ഒരു സ്ഥലത്ത് ധ്യാനത്തിനായിട്ട് പോകുമ്പോൾ അവിടെ 3 പേരുടെ സഹായത്തോടെ ഒരാളെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു. 3 പേരുടെ സഹായത്തോടെ അവിടുത്തെ വചന ശുശ്രൂഷയും വർഷിപ്പും ആരാധനയെല്ലാം കഴിഞ്ഞ് ആളുകളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവരുടെ കൂടെയുള്ള ആൾ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളാണിത്. തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായിരുന്നു. അച്ഛൻ ആരാധനയെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി എഴുന്നേൽക്കാത്ത ആൾ ഇപ്പം എഴുന്നേറ്റി നിൽക്കുന്നയാളാണ്. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആമേൻ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് ചിന്തിച്ചു, ദൈവമേ, ഈ മനുഷ്യന് വേണ്ടി ഇന്ന് പ്രത്യേകം ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ, ഈ മനുഷ്യൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ചൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. അന്ന് എനിക്ക് മനസ്സിലായത്, വചനത്തിലൂടെ യേശുവാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് നമ്മുടെ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. ഇന്ന് കേൾക്കുന്ന വചനം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഒരത്ഭുതമായത് ജീവിതത്തിൽ മാറും. ആമേൻ. ഇന്ന് കേൾക്കുന്ന വചനം വിശ്വാസത്തോടെ ഒന്ന് സ്വീകരിക്കാൻ കഴിയട്ടെ. യേശുവേ, നിന്നിലൂടെ നിന്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയണം. ആമേൻ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഇന്ന് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം. അങ്ങയുടെ വചനത്തിനകത്തുള്ള സൗഖ്യശക്തി ഇന്ന് എൻ്റെ രോഗപീഠകളിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയണം. യേശുവേ, അങ്ങയുടെ വചനത്തിനകത്തുള്ള ആ വിടുതലിൻ്റെ ശക്തി
എൻ്റെ ജീവിതത്തിൻ്റെ വിടുതലിന് കാരണമാകുന്ന അനുഭവം എനിക്കുന്നുണ്ടാകും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? എവിടെയാണോ നിങ്ങൾ പ്രശ്നങ്ങളെ അനുഭവിക്കുന്നത്? ശാരീരിക പീഡയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. രോഗമുള്ള ഭാഗത്ത് സാധ്യമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. സൗഖ്യമാക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവശക്തി ആയിരിക്കുന്ന സ്ഥലത്ത് വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സാഹചര്യങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വെളിപ്പെടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാസ്പോർട്ടോ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ, അതൊക്കെ നിയോഗമായി വെച്ചിട്ടുണ്ടാകാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടാകാം. ഒരു വഴി ദൈവം ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ഒരു വഴി തുറന്നു തരട്ടെ. കേൾക്കുന്ന വചനത്തിലൂടെ ഒരു അനുഗ്രഹം വെളിപ്പെട്ടു വരട്ടെ. ആ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കപ്പെടട്ടെ. ആ അസ്വസ്ഥതകളിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കപ്പെടട്ടെ. എവിടെയാണോ പ്രാർത്ഥനയുടെ, ആരാധനയുടെ ശബ്ദം ഉയരുന്നത്, അവിടെ ദൈവ പ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങും. എവിടെയാണോ പ്രാർത്ഥനയുടെ, ആരാധനയുടെ ശബ്ദം ഉയരുന്നത്, അവിടെ ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങും. കണ്ണുകളെ അടച്ച് നമുക്കെല്ലാവർക്കും ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട്, കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, തായ് പോലെ തേറ്റി തന്തൈ പോലെ ആറ്റി, തായ് പോലെ, അമ്മയെ പോലെ, തന്തൈ പോലെ, അപ്പനെ പോലെ എന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന നല്ല ദൈവത്തിന് ഇപ്പോൾ ഒന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളെ അടച്ച്, തായ് പോലെ തേറ്റി തന്തൈ പോലെ ആറ്റി, തോൾ മീതെ സുമന്തിടും എന്നേശയ്യാ. എന്താ പറഞ്ഞറിയാമോ? തായ് പോലെ, അമ്മയെ പോലെ, തന്തൈ പോലെ, അപ്പനെ പോലെ എന്നെ തോളത്ത് വഹിക്കുന്ന എൻ്റെ ദൈവം, എന്നെ കൈവിടാത്തൊരു ദൈവം. അതാണ് തമിഴിൽ പാടുന്നത്. തായ് പോലെ തേറ്റി തന്തൈ പോലെ ആറ്റി, തോൾ മീതെ സുമന്തിടും എന്നേശയ്യാ. ഉമ്മെ പോലെ പുരിந்து കൊള്ള യാരുമില്ലയേ, ഉമ്മെ പോലെ അരവണയ്ക്ക യാരുമില്ലയേ, ഉമ്മെ പോലെ പുരിந்து കൊള്ള യാരുമില്ലയേ, ഉമ്മെ പോലെ അരവണയ്ക്ക യാരുമില്ലയേ. നീർ പോതും എൻ വാഴ്വിലേ യേശയ്യാ, നീർ പോതും എൻ വാഴ്വിലേ, നീർ പോതും എൻ വാഴ്വിലേ യേശയ്യാ, നീർ പോതും എൻ വാഴ്വിലേ. നീർപ്പോതും എൻ വാഴ്വിൽ എന്ന് പറഞ്ഞ് നീ മാത്രം മതി യേശുവേ. സകലത്തെ, എൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുന്നുവെന്നാ പറയുന്നത്. നീർപ്പോതും എൻ വാഴ്വിലേ യേശയ്യാ, നീർപ്പോതും എൻ വാഴ്വിലേ. മലൈ പോലെ തുമ്പം എന്നെ സോടുമ്പോത്, അത് പനി പോലെ ഉരുകിടും സൈവവരേ എന്ന് പറഞ്ഞെന്നറിയാമോ? എത്ര വലിയ പ്രശ്നങ്ങൾ ഒരു മല പോലെ ഉയർന്നാലും അത് മഞ്ഞ് പോലെ ഉരുകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് ചേർന്ന് പാടുകയാണ്. മല പോലെ തുമ്പം യേശുടുമ്പോത്, അത് പണി പോലെ ഉരുകിടും സൈവവരേ. കൺമണി, കൺമണി പോലെന്നെ കാപ്പവരേ, ഉള്ളം കയ്യിൽ പൊറിന്തന്നെ നിனைப்பவரേ. കൺമണി പോലെന്നെ കാപ്പവരേ, ഉള്ളം കയ്യിൽ പൊറിന്തന്നെ നിனைப்பவரേ. നീർപ്പോതും എൻ വാഴ്വിലേ
യേശയ്യാ നീർ പോതുമെൻ ആ രണ്ടു കരങ്ങളും ഉയർത്തി വിശ്വാസത്തോടെ തായ് പോലെ തേറ്റി വിശ്വസിക്കുന്നു, തന്റെ പോലെ വിശ്വസിക്കുന്നു. തോൾമീതെ സുമന്തിടും എന്നെ വിശ്വസിച്ചേ. തായ് പോലെ തേറ്റി തന്റെ പോലെ ആറ്റി തോൾമീതെ സുമന്തിടും എന്നെ വിശ്വസിച്ച് പറഞ്ഞേ. ഉമ്മെ പോലെ പൊരിഞ്ഞു കൊള്ള യാരുമില്ലേ, ഉമ്മെ പോലെ അരവണയ്ക്ക് വിശ്വസിക്കുന്നു. അങ്ങേ പോലെ, അങ്ങേ പോലെ, ഉമ്മെ പോലെ പൊരിഞ്ഞു കൊള്ള യാരുമില്ലേ, ഉമ്മെ പോലെ അരവണയ്ക്ക് വിശ്വസിച്ച് പറഞ്ഞ് നീർ പോതുമെൻ വാഴ്വിലേ, നീർ പോതുമെൻ വാഴ്വിലേ, യേശയ്യാ നീർ പോതും എൻ വാഴ്വിലേ. ശബ്ദമുയർത്തി ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പോലെ തുമ്പും എനശോദം പോത് അത് പണി പോലെ ഒരുകിടും സേവവരെ, മല പോലെ തുമ്പം എനശോദം പോത് അത് പണി പോലെ ഒരുകിടും സേവവരെ, കൺമണി പോലെ, കൺമണി പോലെന്നെ കാപ്പവരെ, ഉള്ളം കയ്യിൽ പൊരിന്തന്നെ നിറയ്പ്പവരെ, കൺമണി പോലെന്നെ കാപ്പവരെ, ഉള്ളം കയ്യിൽ പൊരിന്തന്നെ നിറയ്പ്പവരെ, നീർ പോതും എൻ വാഴ്വിലേ, യേശയ്യാ നീർ പോതും എൻ വാഴ്വിലേ, യേശയ്യാ നീർ പോതും എൻ വാഴ്വിലേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ എൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാനായി, ദൈവത്തെ ആരാധിക്കാനായി ഒരുമിച്ച് വന്നിട്ടുണ്ട്. പല സഭകളിൽ നിന്നുള്ളവരുണ്ട്. എല്ലാ സഭകളിലും പെട്ട ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാനായി വരുന്നുണ്ട്. ആർസിക്കാർ മാത്രമല്ല, ലാറ്റിൻകാർ മാത്രമല്ല. ഞാനിന്ന് കണ്ട ഒരുപാട് പേർ മാർത്തോമ പള്ളിയിൽ പോകുന്നവരുണ്ട്, യാക്കോബായ പള്ളിയിൽ പോകുന്നവരുണ്ട്, ഓർത്തഡോക്സ് പള്ളിയിൽ പോകുന്നവരുണ്ട്, മലങ്കര പള്ളിയിൽ പോകുന്നവരുണ്ട്, CSI പള്ളിയിൽ പോകുന്നവരുണ്ട്. ഈ ആലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭാവ്യത്യാസങ്ങളില്ല. നമ്മൾ ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാണ്. ദൈവസ്നേഹത്തിൻ്റെ മതിലുകൾക്കുള്ളിലാണ് നമ്മളുള്ളത്. വേറെ ഒരു തരത്തിലുള്ള തരം വ്യത്യാസങ്ങളോ ഒന്നും നമ്മുടെ ആരാധനയിൽ ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി നിന്നുകൊണ്ടാണ് ആരാധിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ വലിയ വിലയോടും ബഹുമാനത്തോടും കൂടെയാണ് ഞങ്ങൾ കാണുന്നത്. ബഹുമാനിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഇന്ന് ഒത്തിരി പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കുന്നൊരു ദിവസമാണ്. കാരണം നമ്മളിന്ന് മാതാപിതാക്കളുടെ കയ്യിൽ പ്രാർത്ഥിച്ച് ഒരു തൈലം കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നൽകുന്നത്. അതിൽ കൃത്യമായി പ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണത് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അത് നിങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു നിയോഗം ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ആമേൻ. നമ്മുടെ മക്കളിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്.
അവർ രക്ഷപ്പെട്ടു വരണം. ഒരു ചതിക്കുഴിയിലും തെറ്റായ ജീവിതത്തിലും പോയി പെട്ടുപോകരുതെന്നൊരു വലിയ പ്രാർത്ഥന ഒരുപാട് മാതാപിതാക്കളുടെ മനസ്സിലുണ്ട്. അത് മനസ്സിൽ വച്ചാൽ മാത്രം കാര്യമില്ല. നമ്മളെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഈ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് തലമുറയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഭയങ്കരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളതാണ് നമ്മൾ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും. ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, ആകെ എനിക്ക് 1 മിനിറ്റേ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കട്ടെ. എങ്ങനെ ആയിരിക്കട്ടെ, 1 മിനിറ്റ് എനിക്ക് പറ്റുള്ളൂ. ആ 1 മിനിറ്റ് ഏറ്റവും ആത്മാർത്ഥതയോടെ ഉള്ളതായിരിക്കട്ടെ. എനിക്ക് 2 മിനിറ്റേക്കേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അത് ഏറ്റവും ആത്മാർത്ഥതയോടെ ആയിരിക്കട്ടെ. അതിനകത്ത് നിങ്ങൾക്കുള്ള വിടുതലുണ്ട്. ഞാനൊരു വചനം നിങ്ങൾ വിശ്വാസത്തിൽ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. വേദപുസ്തകവുമായി ബൈബിളുമായി വന്നിട്ടുള്ളവരുണ്ട്. വിവിധ സഭകളിലെ വിവിധ ബൈബിളുകളാകാം, പക്ഷെ അക്ഷരങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ആശയങ്ങൾ സെയിമാണ്. ആ വാക്യം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവിടെ എഴുതിയിരിക്കുവാണ്, ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതിനെന്തിനാ കഴിവ്? പഠിച്ചു പാസ്സാകാൻ കഴിവ് വേണം, ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ കഴിവ് വേണം, ഇനി ജർമ്മനിയിൽ പോകാൻ ആ ഭാഷ പഠിച്ചെടുക്കാൻ ഒരു കഴിവ് വേണം. ബൈബിൾ പറയുന്നു ദൈവമക്കളാകാനും ഒരു കഴിവ് വേണമെന്ന്. ആർക്കാണ്? നമ്മൾ ചുമ്മാ ഒരു പെട്ടിക്കകത്ത് കുറേ പേരുകൾ വച്ചിരിക്കുമല്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഇവർ നാളുകളിൽ നല്ല ഭാവി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയത്തക്ക വിധം അവർ ദൈവമക്കളാകാനുള്ളൊരു കഴിവ് നമ്മുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലൂടെ ഒരു തരിയെങ്കിലും അവർക്ക് കിട്ടാതിരിക്കില്ല. തന്നെ വിശ്വസിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും ദൈവമക്കളാകാൻ ദൈവം അവർക്ക് കഴിവ് കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഒരുപാട് പേർ പല വിധത്തിലുള്ള സങ്കടമാണ്. ഒത്തിരി ആഗ്രഹത്തോടെയാ ചില മക്കളുടെ വിവാഹങ്ങളൊക്കെ നടത്തി കൊടുത്തത്, പ്രതീക്ഷയോടെയാണ്, മകൻ്റെ ആയാലും മകളുടെ ആയാലും. പക്ഷേ കാര്യങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ അല്ല ഇപ്പോൾ അവരുടെ ആ ഒരു പോക്ക്. ഭയങ്കര ടെൻഷനുണ്ട്. എത്ര നാൾ അവരൊരുമിച്ച് പോകുമെന്ന് അറിയത്തില്ല. ഒരു ടെൻഷനുണ്ട് പലർക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്രയോ ചെറുതായിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ അവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് കൊടുക്കണമേ, ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാനുള്ള കഴിവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തെ അറിഞ്ഞു വരുന്നവരാ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമുള്ള മക്കളായി മാറുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ മറക്കുമ്പോൾ അവർ നിങ്ങൾക്കും നാടിനും ഒക്കെ തലവേദനയായി മാറും. അവർ വിളിച്ച് കംപ്ലൈൻറ്റ്, സ്കൂളിൽ കംപ്ലൈൻറ്റ്, കോളേജിൽ കംപ്ലൈൻറ്റ്, നാട്ടിൽ കംപ്ലൈൻറ്റ്, പള്ളി കംപ്ലൈൻറ്റ്, എല്ലായിടത്തും കംപ്ലൈൻറ്റാണ്. എത്രയോ പേരങ്ങനെ വേദനിക്കുന്നുണ്ടെന്നറിയാമോ? നമ്മൾ അതുകൊണ്ടാണ് ഒരു പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ദേശത്തുള്ളവരുണ്ട്, വിവിധ ദേശത്തു നിന്ന് വന്നവരുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരനുഗ്രഹത്തിൻ്റെ അടയാളമുണ്ടാകണം. അവർ ദൈവാനുഗ്രഹത്തിൽ കയറി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇന്ന് പ്രസംഗിക്കുന്നത്, വചനം പറയുന്നത്. ഞാൻ ഒരു കാര്യം കണ്ടു. ഒരു പേപ്പറിൽ കണ്ട കാര്യമാണ്, ദർശനമല്ല. ഒരു പേപ്പറിൽ കണ്ടൊരു ഫോട്ടോയാണ്. ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഇങ്ങനെയാണ്: മഴ പെയ്ത് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായ സമയം, വെള്ളമെല്ലാം തോടും പുഴയെല്ലാം നിറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, കമ്പുകൾ, കൂട്, പ്ലാസ്റ്റിക്, പാത്രം എല്ലാം ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒഴുകി ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും അടിയും. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിരിക്കുവാണ്. വള്ളി പൊട്ടിപ്പോയൊരു ചെരുപ്പ് ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി വരുന്നു. അതിൻ്റെ മുകളിൽ ഒരു കോഴിക്കുഞ്ഞിരിക്കുന്നു. ഒഴുക്കിപ്പെട്ടതാണ്. ഏത് ചെരുപ്പാണ്? വള്ളി പൊട്ടിപ്പോയ ചെരുപ്പ്. ആരോ എടുത്തെറിഞ്ഞതാ. അത് ഒഴുകി ഇങ്ങനെ വരികയാണ്. അതിൻ്റെ മുകളിൽ ഒരു കോഴിക്കുഞ്ഞ്.
അപ്പോൾ അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹമായിട്ട് തോന്നിയത്. എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പൊട്ടിയ ഒരു ചെരുപ്പിന് പോലും ഒരു കോഴിക്കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റും. ഒരു കോഴിക്കുഞ്ഞിനെ രക്ഷിക്കാൻ, ഒരു ജീവനെ രക്ഷിക്കാൻ നമ്മൾ വള്ളി പൊട്ടി എറിഞ്ഞ ഒരു ചെരുപ്പിന് വരെ പറ്റും. ഒരിലയ്ക്ക് പോലും പറ്റുമോ? ചിലപ്പോൾ നമ്മൾ കാണത്തില്ലേ, വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു കരികലയുടെ മുകളിൽ കുറേ ഉറുമ്പുകൾ കയറി നിൽക്കുന്നു. അത് ജീവൻ രക്ഷിച്ചത് ആ ഒരു ഇലയാണ്. ആ ഉണങ്ങിയ കരികലയ്ക്ക് പോലും, ആ ഉണക്ക ഇലയ്ക്ക് പോലും 5-10 ഉറുമ്പിൻ്റെ ജീവനെ രക്ഷിക്കാൻ കഴിവുണ്ട്. പൊട്ടിയ ചെരുപ്പിന് ചിലപ്പോൾ നമ്മൾ കാണാം, ചില കട്ടിയുള്ള ഇലയുടെ മുകളിൽ വെള്ളം ഇങ്ങനെ പോകുമ്പം അരണയോ ഓന്തോക്കെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. എവിടെയോ ഒഴുകിപ്പെട്ടതാണ്. ഇപ്പോൾ ആ ഉണക്ക ഇലയാണ് ആ കുഞ്ഞു ജീവിയുടെ ജീവനെ രക്ഷിച്ചത്. അപ്പോൾ ഒരു പൊട്ടിയ ചെരുപ്പിന് പോലും ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ കേൾക്കുന്ന ഈ വചനം എത്രയോ ദൈവത്തിൻ്റെ വചനമാണ്. അത് നിങ്ങളുടെ ജീവനെ മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനെ, കുടുംബത്തെ, തലമുറയെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ കേൾക്കുന്ന വചനം ആരുടേതായാലും നിങ്ങളെ അത് സ്വാധീനിച്ചാൽ അത് അനേകർക്ക് കൊടുക്കണം. ചിലരൊക്കെ പലതരത്തിൽ നമ്മൾ പോലും അറിയാതെ വിഷമിച്ചായിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ സത്യസന്ധമായ ജീവിതം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാനും നല്ല ചെരുപ്പൊന്നുമല്ല, വള്ളി പൊട്ടിപ്പോയ ചെരുപ്പാണ് നമ്മൾ പലരും. ഞാൻ അങ്ങനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വള്ളി പൊട്ടിപ്പോയ ചെരുപ്പാണ് നമ്മളെങ്കിലും നമ്മളിലൂടെ ആരൊക്കെയോ രക്ഷപ്പെടാൻ ദൈവം ക്രമീകരിക്കും. ആരൊക്കെയോ. എല്ലാം തികഞ്ഞിട്ടെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളോട് ചോദിക്കില്ല, നീ എല്ലാം തികഞ്ഞ ആളാണോ? ഞാനെല്ലാം തികഞ്ഞ ആളല്ല. എല്ലാം തികഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചോ നടക്കത്തില്ല. ഉള്ള അവസ്ഥയിൽ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ചെയ്യുമ്പോഴത് പലർക്കും അനുഗ്രഹമാകുന്നത്. മറക്കരുത്, ദൈവത്തിൽ വിശ്വസിച്ചവർക്കും ആ നാമത്തെ സ്വീകരിച്ചവർക്കും ദൈവ മക്കളാകാൻ ദൈവം കഴിവ് കൊടുക്കും. നിങ്ങളും പ്രാർത്ഥനയിൽ കിട്ടുന്ന ബോധ്യങ്ങൾ വീട്ടിൽ പറയണം. നിങ്ങൾ ആ പറയുന്നതിലൂടെ നിങ്ങൾ ഓർത്ത് നോക്കും, നമ്മുടെ കാലയിലിടുന്ന ചെരുപ്പ് വള്ളി പൊട്ടി കഴിയുമ്പം തോട്ടത്തിലേക്കോ പൊട്ടക്കിണറ്റിലേക്കോ തോട്ടിലേക്കോ വലിച്ചെറിയും. ആ വള്ളി പൊട്ടിയ ഒരു പൊട്ട ചെരുപ്പിന് പോലും ഒരു ജീവനെ രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ലേ? വെള്ളത്തിൽ താന്നുപോയി വെള്ളം കുടിച്ച് ചത്തുപോകേണ്ട ഒരു കോഴിക്കുഞ്ഞ് ആ ചെരുപ്പിൻ്റെ മുകളിലാണ് ഇപ്പം കയറി നിൽക്കുന്നത്. അത് രക്ഷപ്പെട്ടത് അങ്ങനാ. അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്നതാണ് നമുക്ക് ഭയങ്കര സ്വാധീനിക്കുന്നത്. പൊട്ടിയ ചെരുപ്പോ കോഴിക്കുഞ്ഞോ ഒന്നുമല്ല, പൊട്ടിയ ചെരുപ്പിന് പോലും ഒരു ജീവനെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഒന്നും വില കുറച്ച് കണ്ട് എറിയരുത്. ഇത് പൊട്ടിയ ചെരുപ്പാ, കൊള്ളത്തില്ല, ഇയാൾക്ക് യോഗ്യത, ഇയാളുടെ ശുശ്രൂഷയൊന്നും കൊള്ളത്തില്ല പറയരുത്. അയാൾ പറയുന്നൊരു വാക്കും ഒരു പ്രാർത്ഥനയായിരിക്കും നാളെ എൻ്റെ ജീവനെ രക്ഷിക്കുന്നത്. അയാൾക്ക് പാടാൻ എന്താ യോഗ്യത? അയാൾ പാടുന്ന പാട്ടായിരിക്കും നാളെ എൻ്റെ ആത്മാവിന് ഒരു ബലം തരുന്നത്. ഇയാൾ അതിനാരാ, ഇയാൾ എന്താന്നൊക്കെ ചോദിക്കില്ലേ പലരും. ഇയാളുടെ വീട് എനിക്കറിയാം, ഇയാളുടെ കുടുംബം എനിക്കറിയാം, ഇയാൾ ഇങ്ങനത്തെ മനുഷ്യനാ. ആ പൊട്ടിയ ചെരുപ്പിനും കുറച്ചു പേരുടെ ജീവിതങ്ങളെ രക്ഷിക്കാൻ പറ്റും. കുറെ പേരെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. കുറെ പേരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാര്യം വള്ളി പൊട്ടിയ ചെരുപ്പാണ്. പക്ഷേ നമ്മളിലൂടെ കേൾക്കുന്ന വചനം അതാ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കുമോ, ഞാൻ അയാൾക്ക് വചനം കൊടുത്താൽ അയാൾ എന്നാ വിചാരിക്കും? നീ ഭക്തി മാർഗത്തിൽ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കില്ലേ? നിങ്ങളും ഞാനും ചിലപ്പോൾ പൊട്ടിയതായിരിക്കാം, വീണതായിരിക്കാം, തകർന്നയാളായിരിക്കാം. പക്ഷെ നമ്മളിലൂടെ ചില ആളുകൾ ദൈവത്തിലേക്ക് വരും, ദൈവാനുഗ്രഹത്തിൽ വരും. തകർന്നു പോകേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഒരു പക്ഷിക്ക് പോലും പറന്നുയരാൻ ഒരു ചിറക് പോരാ. എത്ര ചിറക് വേണം? 2 ചിറക് വേണം. നമുക്കെല്ലാം ഒരു ചിറകുണ്ട്, കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്. അത് ഒരു ചിറകേ ആയിട്ടുള്ളൂ. ഇപ്പുറത്തൊരു ചിറകും കൂടെ വേണം. ഏത് ചിറക്? ദൈവാശ്രയത്വത്തിൽ നേടിയെടുത്തൊരു കുഞ്ഞ് കടുകോളം കടാക്ഷം, ദൈവാനുഗ്രഹം ഒരു ചിറക് പോലെ ശരീരത്തോട് ചേരുമ്പോഴാ നാളുകളിൽ നിനക്ക് ഉയരാൻ കഴിയുന്നത്. പക്ഷിക്ക് പോലും ഒറ്റ ചിറകെ പറക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷിയും ഒരു ചിറകിൽ ഇന്നുവരെയും പറന്നിട്ടില്ല. 2 ചിറക് വേണം.
നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ, ദൈവാശ്രയത്തെ എൻ്റെ മകന് മകൾക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, പക്ഷെ അവർക്ക് ദൈവവിചാരമില്ല, പ്രാർത്ഥനയില്ല. ആ ചിറകം കൂടി അവർക്ക് കൊടുക്കണമേ. പ്രാർത്ഥന, ദൈവാശ്രയത്വം, ദൈവാനുഗ്രഹം, ദൈവത്തോടുള്ള ബന്ധം, അത് നിനക്ക് തരുന്നത് ഉയർന്നു പറക്കാനുള്ള മറ്റൊരു ചിറക് കൂടിയാണ്. ഒരു കരം ഉയർത്തി ചേർന്നെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഇന്ന് വളരെ വളരെ പ്രതീക്ഷയോടെ ഞാൻ ഇത് ഒരാഴ്ച കാലം ഇരുന്ന് ചിന്തിച്ച് കണക്ക് കൂട്ടി പറയുന്നൊരു വാക്യമാണ് ഈ വചനങ്ങൾ. ഈ വചനം എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു തൈലം തരും, അല്ലെ ഒരു എണ്ണ തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 1 വയസ്സുള്ള ആളായിരിക്കും, 1/2 വയസ്സുള്ള ആളായിരിക്കും, 3 വയസ്സുള്ള ഒരാളായിരിക്കും, 10 വയസ്സുള്ള ഒരാളായിരിക്കാം, ആരുമാകട്ടെ. നിങ്ങൾ മാതാപിതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, നിങ്ങളുടെ കരം ആ തൈലം കൊണ്ട് അവരുടെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ഈ മകനെ മകളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചു വേണം പരീക്ഷയ്ക്ക് വിടാൻ. നിങ്ങളുടെ കരങ്ങൾ ദൈവകരങ്ങളായി അവിടെ പ്രവർത്തിക്കും. അതിലൂടെ അവർക്ക് കിട്ടുന്നത് ഒരു ദൈവാനുഗ്രഹം കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പറക്കാനുള്ള ഒരു ചിറക് കൂടിയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വചനം ഒന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം, ശ്രദ്ധിച്ചു കേൾക്കുമോ? നിങ്ങൾ ഒന്ന് ഈ വചനമൊക്കെ നോട്ട് ചെയ്ത് വായിക്കുമോ, അല്ലെങ്കിൽ ഇത് കാണുകയൊക്കെ ചെയ്യണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നതിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്ന പ്രത്യേകത. വാക്യം വായിക്കുവാണ്, 1-ാമത്തെ വാക്യം. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത്. എത്ര പേരെ? 72 പേരെ യേശു തെരഞ്ഞെടുത്തു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, ആ കൂട്ടത്തിൽ എന്നെയും എൻ്റെ മക്കളെ കൂടി തെരഞ്ഞെടുക്കണമേ ദൈവമേ. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്, ആ കൂട്ടത്തിൽ എന്നെയും കൂടി ആ കൂട്ടത്തിലൊന്ന് നിർത്തണമേ. 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവരെ 72 പേരെ അടുത്ത് വിളിച്ച് അവരെ അനുഗ്രഹിച്ച് ഈ 2 പേരായി അയച്ചു. എങ്ങനെ അയച്ചു എന്നറിയാമോ? എന്തിനാ അടുത്ത് വിളിച്ചത്? പറഞ്ഞാൽ പോരായിരുന്നു, ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട്, എങ്ങോട്ടേലും ഓരോ സൈഡിലേക്ക് നോക്കി ഇങ്ങോട്ട് അങ്ങ് പൊക്കോ. അങ്ങനല്ല, 72 പേരെയും അടുത്ത് വിളിച്ച് അവരെ അനുഗ്രഹിച്ച് അവരെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമ്പോൾ ചില പ്രത്യേകതയുണ്ട്. അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. അനുഗ്രഹിച്ച് ഇവരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചിട്ട് ഇവർ തിരിച്ചു വന്നത് കരഞ്ഞോണ്ടാണോ പ്രാഗിക്കൊണ്ടാണോ എന്ന് എഴുതിയിട്ടുണ്ട്. 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു. അത് ശ്രദ്ധിച്ചോ? 72 പേരും കരഞ്ഞോണ്ടല്ല വന്നത്. 72 പേരും ഞങ്ങളുടെ ഭാവി പോയി, ജീവിതം കളഞ്ഞു തൊലച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ല വന്നത്. 72 പേരും തിരിച്ചു വന്നത് എങ്ങനെ എഴുതിയിട്ടുണ്ട്? പ്രാഗിക്കൊണ്ടും ശപിച്ചുകൊണ്ടുമല്ല. 72 പേരും സന്തോഷത്തോടെ മടങ്ങി വന്നു. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവർ തിരിച്ചു വരുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ഒരുപക്ഷെ നമുക്കൊന്നും ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, ഇതൊന്നും ഇതിനും ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇത് വചനങ്ങളെ പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചും ചിന്തിക്കുമ്പോഴാണ് ഓരോ അനുഗ്രഹത്തിൻ്റെയും വില നമ്മൾ മനസ്സിലാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഉദരത്തിലായിരിക്കും ഒരു കുഞ്ഞുള്ളത്. നിങ്ങൾ ഇന്നേ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് നാളുകളിൽ കരയേണ്ടി വരത്തില്ല, നാളുകളിൽ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ടി വരത്തില്ല. എഴുതിയിരിക്കുവാണ്, 72 പേരെ അടുത്തു വിളിച്ച് അനുഗ്രഹിച്ച് ഈ 2 പേരായി ഓരോ സ്ഥലത്തേക്കും അയച്ചു. അവർ എങ്ങനെ തിരിച്ചു വന്നു? അവർ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഹല്ലേലൂയ. ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഇന്ന് പലതും ഒത്തിരി സന്തോഷത്തോടെ അയച്ചത്, പക്ഷെ കരഞ്ഞോണ്ടാ പലരും തിരിച്ചു വരുന്നത്. ഒത്തിരി സന്തോഷത്തോടെ കല്യാണം കഴിച്ച് വിട്ടത്, പക്ഷെ തിരിച്ചു വരുന്നത്
സന്തോഷത്തോടെ അല്ല. അപ്പോൾ മാതാപിതാക്കൾ ചോദിക്കും, എന്താ മോളെ നിനക്കൊരു വിഷമം ഉണ്ടല്ലോ? അല്ല, നിന്റെ മുഖത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഇന്നലത്തെ ആളല്ല. കഴിഞ്ഞ ആഴ്ച നിന്നെ ഫോൺ വിളിച്ച് നിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിനക്ക് എന്തോ ഒരു ഭാരമുണ്ട്, നീ എവിടെയോ സന്തോഷത്തിലല്ല. ഒന്നുമില്ല മമ്മി, ഒന്നുമില്ല അമ്മ. അല്ല, എന്തോ ഉണ്ട്. സന്തോഷത്തോടെ അയച്ചത് പലരും തിരിച്ചു വരുന്നത് കാണുമ്പോൾ അറിയാം ആ മുഖത്തൊരു സന്തോഷമില്ല. പലതും ആഗ്രഹിച്ച് മുന്നോട്ട് പോയി, പക്ഷെ ആഗ്രഹിച്ചതുപോലെ അല്ല. പക്ഷെ ഇവിടെ ദൈവം യേശു അനുഗ്രഹിച്ച് അവരെ പറഞ്ഞു വിട്ടപ്പോൾ അവർ തിരിച്ചു വന്നത് കരഞ്ഞോണ്ടല്ല, പ്രാഗിക്കൊണ്ടല്ല, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നത്, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ കൊല്ലാൻ കൊടുത്തതൊന്നും പറഞ്ഞുകൊണ്ടല്ല, അവർ സന്തോഷത്തോടെ. ഇനി ഒരു കാര്യമുണ്ട്, സന്തോഷത്തോടെ വരാൻ എന്നാ കാരണം? അവർ എന്തിനാണോ പോയത് അതിൽ വിജയിച്ചത് കൊണ്ടല്ലേ ആ സന്തോഷം ഉണ്ടായത്. ദൈവം എന്തിനാണോ അവരെ പറഞ്ഞു വിട്ടത് അതിൽ തോറ്റുപോയിരുന്നെങ്കിൽ കരഞ്ഞോണ്ട് വരത്തില്ലായിരുന്നോ? അവർ എന്തിനാണോ പോയത് അതിൽ വിജയിച്ചപ്പോഴാ അവരുടെ ഉള്ളിൽ മുഖത്ത് സന്തോഷമുണ്ടായത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ പഠിക്കും, അവർ മാർക്ക് കിട്ടും, അവർ വിവിധ രാജ്യങ്ങളിൽ പോകും, വിവിധ തലങ്ങളിലെത്തും, വിവിധ കോഴ്സുകൾ പഠിക്കും. അവർ സന്തോഷത്തോടെ തിരിച്ചു വരണമെങ്കിൽ പോയ കാര്യം സക്സസ് ആകുമ്പോഴാ, വിജയിക്കുമ്പോഴാ സന്തോഷം ഉണ്ടാകുന്നത്. പകുതി വഴിക്ക് നിൽക്കുമ്പോഴല്ല, വിജയിച്ചു വരാൻ ദൈവം ഇടവരുത്തും. ഒന്നും കൂടി ആ വാക്യം ഒത്തിരി പ്രാവശ്യം ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ഒന്നും കൂടെ നിങ്ങളൊന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച്, ഇത് മറക്കരുത്, ഇത് മറക്കല്ല്. പല കാര്യങ്ങളും ഉദ്ദേശിച്ച് ഇറങ്ങിപ്പോയത് ഭയങ്കര സന്തോഷത്തോടെയാ അത് പഠിക്കാൻ പോയത്. ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത്, ആ വ്യക്തിയുമായി ജീവിതം തുടങ്ങിയത് ഭയങ്കര ഇഷ്ടത്തോടെയാ. പക്ഷെ ഇന്നോ ഭയങ്കര ദുഃഖമാണ്, ഇന്ന് സന്തോഷമില്ല. കണ്ടവരും വഴിയെ പോയവരും കാറയിൽ പോയവരും ആഘോഷത്തിന് പോയപ്പോഴൊക്കെ ചോദിച്ചു, എന്താടാ അതിൻ്റെ മുഖത്തൊരു ദുഃഖമുണ്ടല്ലോ എന്ന്, എന്തോ ഒരു ദുഃഖം ഉണ്ടെന്ന്. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം, യേശുവിന്റെ അനുഗ്രഹം മേടിച്ചു പോയ 72 പേരിൽ ഒരാൾ പോലും കരഞ്ഞോണ്ടല്ല വന്നത്, ഒരാൾ പോലും ശപിച്ചോണ്ടല്ല കയറി വന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് 72 പേരും സന്തോഷത്തോടെ വന്നു. 2 പേരെ വിട അയച്ചത്, ഒരാൾക്കും അവരുടെ ജീവിതത്തിൽ പരാജയമുണ്ടായില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ പ്രാർത്ഥിച്ചും അനുഗ്രഹിച്ചും പറഞ്ഞു വിടുമ്പോൾ നിങ്ങളുടെ മക്കളിൽ ഒരാൾ പോലും തോറ്റുപോകില്ല, ഒരാൾ പോലും പരാജയപ്പെടില്ല. അവർക്കും സന്തോഷമുണ്ടാകും. അവരെ കാണുമ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഇടവരും. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുഖം ഒന്ന് മനസ്സിക്കണ്ട, അവരുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തേ. കർത്താവെ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ 3-ാമത്തെ ആളെ, 4-ാമത്തെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കൊച്ചുമക്കളെ ദൈവമേ നിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്, എൻ്റെ മകളെ അനുഗ്രഹിക്കുകയാണ്. അവർ ഈ ദേശത്തിൽ, അവർ മറ്റു രാജ്യങ്ങളിലാണ്, പഠിക്കുവാണ്, ജോലി ചെയ്യുകയാണ്. അവരെ ഓർത്ത് ചില ഭാരമുണ്ട്. ദൈവമേ അവരെ അനുഗ്രഹിക്കുന്നു. നാളുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയണം അവരുടെ മുഖത്തുള്ള സന്തോഷം, അവരുടെ മുഖത്തുള്ള ആനന്ദം. അത് ദൈവാനുഗ്രഹത്തിൽ നിനക്ക് കിട്ടിയതാണ്. ഇന്ന് പലരുടെയും മുഖത്ത് സന്തോഷമില്ല, പലരുടെയും മുഖത്ത് മുഴുവൻ ടെൻഷനാണ്, ഉറക്കമില്ല. ആകെ ഒരു 10 ദിവസമായി കുളിച്ചിട്ടില്ലാത്ത പോലെ ആകെ ക്ഷീണിതനാണ്. എന്തോ ഒരു സങ്കടമുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞാലും നീ എവിടെയൊക്കെയോ വേദനിക്കുന്നുണ്ട്. എന്നാൽ ഈ വചനം ഓർത്ത് 72 പേരിൽ 70 പേർ സന്തോഷത്തോടെ തിരിച്ചു വന്നു എന്നല്ല, 72 പേരും തിരിച്ചു വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 50 പേര് തിരിച്ചു വന്നു എന്നല്ല, 72 പേരും അനുഗ്രഹം കിട്ടിയ ഒരാൾ പോലും സന്തോഷിക്കാതിരുന്നില്ല. നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളിൽ ഒരാളും നഷ്ടപ്പെട്ടു പോകുകയില്ല, ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോവുകയില്ല, ഒരാളും നിങ്ങൾക്ക് വേദനയാകത്തില്ല. അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. അവർ സന്തോഷത്തോടെ തിരിച്ചു വരും. അവർ അനുഗ്രഹത്തിൽ വാഴും, അവർ അനുഗ്രഹത്തിൽ ജീവിക്കും. ഒന്ന് ചേർന്ന് പറയുവാണ്, മല പോലെ തുമ്പം എനസോടും പോതും അത് പണി പോലെ ഒരുകിടും സൈവവരെ. എന്താ പാടിയെന്നറിയാമോ? മല പോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, മല പോലെ ഉയർന്ന പ്രതിസന്ധികൾ ഇന്നുണ്ടെങ്കിലും അത് മഞ്ഞുപോലെ ഉരുകും. ഒരു പക്ഷേ നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുമായിരിക്കും, കരഞ്ഞോണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. മല പോലെ തുമ്പം, അത്രയും ഒന്ന് പറഞ്ഞേ, മല പോലെ തുമ്പം
എന്നെ സോടും ബോധം അത് പണി പോലെ ഒരുകിടും സൈവവാരേ കൂടി പറഞ്ഞ് മല പോലെ തുമ്പം എന്നെ സോടും ബോധം അത് പണി പോലെ ഒരുകിടും സൈവവാരേ കൺമണി പോലെ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാതെ കൺമണി പോലെ കാപ്പവരേ ഉള്ള കയ്യിൽ പൊറിന്തന്നെ നിറൈപ്പാരേ കൺമണി പോലെ കാപ്പവരേ ഉള്ള കയ്യിൽ പൊറിന്തന്നെ നിറൈപ്പാവരേ നീർ പോതും എൻ வாழ்விலே യേശയ്യാ നീർ പോതും എൻ வாழ்விலே നീർ പോതും എൻ வாழ்விலே യേശയ്യാ നീർ പോതും എൻ வாழ்விலே ആമേൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നും കൂടെ പറയട്ടെ. 72 പേരെ അടുത്ത് വിളിച്ച് അവരെ അനുഗ്രഹിച്ച് രണ്ടുപേരെ പല സ്ഥലങ്ങളിലേക്ക് യേശു അയച്ചു. ആ 72 പേരും എങ്ങനെയാ തിരിച്ചു വന്നേ? സന്തോഷത്തോടെ. ആമേൻ. അത് എഴുതിയിട്ടുണ്ട്. 72 പേരും തിരിച്ചു വന്ന് ചാപ്പാട് കഴിച്ചു എന്നല്ല, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു. ആമേൻ. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവിടെ നിങ്ങൾ യാത്ര ചെയ്തു വന്നത്, സന്തോഷത്തോടെ ഒരു അനുഗ്രഹം പറയാൻ ദൈവം ഇടവരുത്തും. ഈ കഷ്ടപ്പാടൊക്കെ മറക്കും. ആമേൻ. ഈ ചുരം കയറി ഇത്രയും ദൂരം എത്ര സമയം, എത്ര വണ്ടിക്കാശ്, എത്ര ദിവസം, സന്തോഷം അതെല്ലാം മറക്കുന്ന വിധത്തിൽ സന്തോഷം ഉണ്ടാകും. അപ്പം നിങ്ങൾ ചിന്തിക്കില്ലേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുമോ? ഇപ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥിച്ച് ഒരെണ്ണയും ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് നൽകുമ്പോൾ ഓർക്കും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ശരിയാകുമോ? ഒരു പൊട്ടിയ ചെരുപ്പിന് പോലും ഒരു ജീവനെ രക്ഷിക്കാൻ കഴിവുണ്ട്. ആമേൻ. ഉണ്ടോ? ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഇല എത്ര ഉറുമ്പിനെയാണ് രക്ഷിച്ചത്? അപ്പോൾ അതിനേക്കാൾ എത്രയോ വിലയുള്ളതാ നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയെന്നറിയാമോ? അത് നമ്മുടെ മക്കളുടെ വെള്ളത്തിൽ താഴ്ന്നു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള നമ്മുടെ തലമുറയെ രക്ഷിക്കാൻ കഴിവുള്ളതാണ് ഓരോ പ്രാർത്ഥനയും. ആമേൻ. ഓരോ വചനവും. ഹല്ലേലൂയ. മറക്കല്ല്. സന്തോഷത്തോടെ ഒരു സാക്ഷ്യം പറയും നിങ്ങളും. ആമേൻ. വിശ്വസിക്കുന്നു. ഞാനൊരു നേർച്ച നേർന്നു ചുമ്മാ ഒരു സാക്ഷ്യം പറയാനല്ല, സന്തോഷത്തോടെ. അടുത്ത വാക്യം വായിക്കുവാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തോടെ വരാനുള്ള ന്യായമായ വകുപ്പില്ല. കാരണം ഇവർ പോയതൊന്നും വലിയ സംവിധാനങ്ങളിലേക്കൊന്നും നല്ല, നമ്മൾ പറയില്ലേ എൻ്റെ കൊച്ചു UK പോയി, കാനഡയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി. പോയത് എങ്ങോട്ടാന്ന് പറഞ്ഞു തരാം, ഏത് സ്ഥലത്തേക്കാന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ വാക്യം പോകുവിൻ. ഇവരെ 72 പേരെ വിളിച്ചിട്ട് വിട്ടത് എങ്ങോട്ടാ? പോകുവിൻ. ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കുടുങ്ങി. വിട്ടത് സൗഭാഗ്യത്തിന്റെ നടുവിലേക്കൊന്നും അല്ല. എങ്ങോട്ടാ? ചെന്നായ്ക്കളുടെ നടുവിൽ നേരാമണ്ണം ഓടാൻ അറിയാത്ത മൃഗമാ കുഞ്ഞാട്. ചെന്നായ എന്ന മൃഗത്തിന്റെ പ്രത്യേകത അറിയാമോ? അത് സിംഹത്തെ പോലെയോ കരടിയെ പോലെയോ കടുവയെ പോലൊന്നുമല്ല. ചെന്നായ എന്ന് പറഞ്ഞാൽ കൂട്ടമായി വരും, മരിക്കുന്നതിന് മുമ്പ് തിന്നാൻ തുടങ്ങും. മറ്റേത് മൃഗവും കഴുത്തിന് പിടിച്ച് ആ മൃഗത്തെ കൊന്നതിന് ശേഷമേ ഭക്ഷിക്കുകയുള്ളൂ. എന്നാൽ ചെന്നായി മാത്രം എവിടെയാണോ അത് പിടിക്കുന്നത് അവിടെ തൊട്ട് അത് ഭക്ഷിക്കാൻ തുടങ്ങും. അങ്ങനെ അതിനെ തിന്ന് അതിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടും. മൃഗീയമായി ചെന്നായ്ക്കൾ കൊല്ലും. ദൈവം ഈ 72 പേരെ യേശു അയച്ചത് കടിച്ചു കീറി തിന്നുന്ന ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ്, അതേപോലുള്ള സിറ്റുവേഷനിലേക്ക് അയച്ചത്. പക്ഷെ അനുഗ്രഹത്തിൽ പോയിട്ട് 72 പേരിൽ ഒരാളും ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് പറഞ്ഞു വിട്ടേലും പ്രതിസന്ധികളുണ്ടെങ്കിലും, ചെന്നായ്ക്കളെ പോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വലിച്ചു കീറി തിന്നുന്ന ശത്രുക്കളും ഉണ്ടായിരുന്നിട്ടും 71 പേര് തിരിച്ചു വന്നു എന്നല്ല, 72 പേരും തിരിച്ചു വന്നു എന്നാ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ വളരുന്നത്, ജീവിക്കുന്നത് ഏത് സാഹചര്യത്തിലാകാം. നിങ്ങൾ പറയില്ലേ, എനിക്ക് ഭയങ്കര ഭയമാണ്, അവിടെ ലഹരിയുണ്ട്, അവിടെ കഞ്ചാവുണ്ട്, അവിടെ കൂട്ടുകെട്ട് മോശമായി, എന്നാന്നറിയത്തില്ല, ദൈവമേ ഇവിടെ തീ തിന്നിട്ട് ജീവിക്കാൻ മേല. ഏതു ചെന്നായ്ക്കളുടെ നടുവിലായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ ടോട്ടൽ എതിരായിക്കൊള്ളട്ടെ,
ആ വ്യക്തിയുടെ മേൽ നിലനിൽക്കുന്ന നിങ്ങൾ കൊടുത്തയച്ച ഒരു അനുഗ്രഹത്തിലാണ് നിൽക്കുന്നെങ്കിൽ അവർ സന്തോഷത്തോടെ തിരിച്ചു വരും. കാരണം അവരെ നയിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത്, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. 4-ാമത്തെ വാക്യം ഉറക്കെ വായിക്ക്. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. ഒന്നുമില്ല താനും. പൈസയില്ല, ബാങ്ക് ബാലൻസും ഇല്ല, മടിശീലയില്ല, ബാഗും ഇല്ല, വണ്ടിയില്ല, ഒന്നുമില്ല. എന്നിട്ട് തിരിച്ചു വന്നത് ഭയങ്കര സന്തോഷത്തോടെ. അതാണ് ദൈവാനുഗ്രഹത്തിൽ പോകുമ്പോൾ. ഇന്ന് നമുക്ക് ഇതെല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല. നമുക്ക് മടിശീലയുണ്ട്, പണമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, 2-3 വണ്ടിയുണ്ട്, എല്ലാ സംവിധാനമുണ്ട്, പക്ഷേ സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ പറയും, എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് സന്തോഷമില്ല. എൻ്റെ വീട്ടിലേക്ക് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ മിണ്ടും പറയും ചിരിക്കും. വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഒന്നും സംസാരിക്കാൻ തോന്നില്ല, സന്തോഷമില്ല. സന്തോഷം ഉണ്ടാകുന്നത് ആ ദൈവാനുഗ്രഹം നിന്റെ മേൽ വരുമ്പോഴാണ്. ആ അനുഗ്രഹത്തിൽ നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നീ സന്തോഷത്തോടെ തിരിച്ചു വരാൻ, സന്തോഷത്തിൽ ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരും. ഇത് ചിന്തിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. ഇവരെ പറഞ്ഞു വിട്ടത് ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ്. കുഞ്ഞാടുകളെ എന്ന പോലെയാണ്. നേരാമണ്ണം ഓടാനും പോലും അറിയാത്ത മൃഗമാണ് കുഞ്ഞാട്. ഇച്ചിരിയൊക്കെ ഓടത്തുള്ളൂ. ചെന്നായ്ക്കൾ പറഞ്ഞ നേരം കൊണ്ട് അതിനെ തീർത്ത് കളയും. പക്ഷെ തൊടാൻ പറ്റില്ല. കാരണം നിന്റെ മേൽ നിൽക്കുന്ന ഒരു അഭിഷേകമുണ്ട്, നിന്റെ മേൽ പകരുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതെന്ത് ചെയ്യണം? നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ എല്ലാ ദിവസവും ഒരു നിമിഷം പ്രാർത്ഥിച്ചത് പുരട്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചമ്മലായിരിക്കും, മടിയായിരിക്കും, നാണമായിരിക്കും. ഞാനോ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ അവരിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അനുഗ്രഹത്തിൽ നല്ലൊരു നാളേക്ക് വേണ്ടിയാണ് ഇതൊക്കെ പ്രസംഗിക്കുന്നത്. നാളെ 10 പേരുടെ എണ്ണത്തിൽ കൂടി വരാൻ വേണ്ടിയല്ല ഇത് പ്രസംഗിക്കുന്നത്. നാളെ നിങ്ങൾക്ക് നല്ലൊരു നാളുകൾ ഉണ്ടാകാൻ, അനുഗ്രഹമുള്ളൊരു തലമുറ, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, നല്ല നന്മകൾ അനുഭവിക്കുന്ന ഒരു തലമുറ നമ്മൾ ആരിലൂടെയൊക്കെയോ എഴുന്നേറ്റ് വരാനുണ്ട്. അതിനുവേണ്ടി ഇതൊക്കെ ഈ തൊണ്ണയൊക്കെ ക്ഷീണവാണയിലും പ്രസംഗിക്കുന്നത്. ഒരാൾ ഇനി എഴുതിയിട്ടുണ്ട്, 72 പേര് പോയി. എത്ര പേര് തിരിച്ചു വന്നു? 71 72 പേര് തിരിച്ചു വന്നു. അവിടെ എഴുതിയിട്ടുണ്ട് 72 പേര്. എങ്ങനെ തിരിച്ചു വന്നു? പ്രാഗിക്കൊണ്ടല്ല, ശപിച്ചോണ്ടല്ല, തെറി പറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ടല്ല, സന്തോഷത്തോടെ. അവരെന്തിനാണോ ഇറങ്ങി തിരിച്ചത് അതിൽ വിജയിച്ചത് കൊണ്ടാ അവർ സന്തോഷിച്ചത്. നിങ്ങളുടെ മക്കൾ എന്തിനിറങ്ങി തിരിച്ചോ അതിൽ വിജയിച്ച് വരണമെങ്കിൽ ഈ അഭിഷേകം, ഈ അനുഗ്രഹം അവരിൽ വേണം. ഒരു ചിറകുള്ള പക്ഷി ഇന്നുവരെയും പറന്നുയർന്നിട്ടില്ല. പറക്കാൻ 2 ചിറക് വേണം. ആ ഒരു ചിറകാണ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, അവരുടെ തലമുറയിൽ, നിങ്ങളുടെ തലമുറയിലേക്ക് വ്യാപരിക്കുന്നത്. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം വായിക്കുവാണ്. ശ്രദ്ധിച്ചു കേൾക്കുമോ ഈ വാക്യങ്ങൾ? അതായത് ഇന്ന് പിശാച് എത്ര ഉയർന്നു നിൽക്കുവാണേലും, വിജയിച്ചു നിൽക്കുവാണേലും, നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തിലും അഭിഷേകത്തിലും ജീവിക്കാൻ തുടങ്ങുമ്പോൾ എത്ര ഉയരത്തിൽ വിജയിച്ചു നിൽക്കുന്ന പിശാചാണേലും നിലത്ത് വീഴും, പരാജയപ്പെടും. ഉദാഹരണ സഹിതം വായിക്കാം. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കുവാണ്. 72 പേരും സന്തോഷത്തോടെ, ആ വാക്ക് പ്രധാനപ്പെട്ടതാ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു എന്നാന്ന് കേട്ടോ? കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഒരനുഗ്രഹത്തിൽ ഇറങ്ങിപ്പോയവര് തിരിച്ചു വന്ന് പറയുവാ, ബാഗില്ല, സഞ്ചിയില്ല, പൈസ തന്നില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഞങ്ങൾക്ക് വണ്ടിയില്ല, സ്കൂട്ടിയില്ല, കാറില്ല എന്നല്ല പറഞ്ഞത്. നിന്റെ ഒരു അനുഗ്രഹത്തിൽ, നിന്റെ നാമത്തിൽ പോയപ്പോൾ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴടങ്ങി. നമ്മളെ തകർക്കുന്ന, നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന തിന്മയുണ്ട് ഈ ലോകത്ത്. നമ്മുടെ ഭാവിയെ, നല്ല ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മയുണ്ട്. അത് അനുഗ്രഹമുള്ളവന്റെ, വചനത്തിൽ നിൽക്കുന്നവന്റെ, ആശീർവാദമുള്ളവന്റെ മുമ്പിൽ അത് കീഴടങ്ങുകയുള്ളൂ. നോക്കൂ, 72 പേരെയും അടുത്ത് വിളിച്ച് യേശു അനുഗ്രഹിച്ച് അവരെ പറഞ്ഞു വിട്ടിട്ട് പിശാച് അവരുടെ മേൽ വിജയം നേടിയെന്നല്ല എഴുതിയിരിക്കുകയാണ്. നിന്റെ നാമത്തിൽ പിശാചുക്കൾ
കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു, കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ഒരു തിന്മയും വിജയിക്കുകയില്ല, ഒരു അനർത്ഥവും നമ്മുടെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല. ഒരു അനുഗ്രഹത്തിൽ ജീവിക്കുന്നവന്റെ മുമ്പിൽ പിശാച് വിറച്ചു വീഴും. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളെ നമുക്കൊന്ന് പ്രാർത്ഥനയിൽ സ്വീകരിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ഒരു നിമിഷം? ഇതൊന്ന് പ്രാർത്ഥിക്കണം. തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ മുമ്പിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ഒരു ആരാധനയാണ്. ആരാധനയുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുമ്പോൾ അവിടെ ദൈവപ്രവൃത്തികൾ ആരംഭിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച്, പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കാൻ ഇല്ലാഞ്ഞത് കൊണ്ടല്ല, ഇല്ലാത്തത് കൊണ്ടല്ല എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. പ്രസംഗിക്കാൻ പോയിന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, എങ്ങനെയേലും തീർക്കണമെന്ന ഉദ്ദേശത്തിലല്ല. ഇപ്പോൾ കേട്ട വചനമുണ്ടല്ലോ, ആവർത്തന വിരസതയായി തോന്നിയാലും 1000 വട്ടം പറഞ്ഞാലും അത് അധിക പറ്റാവത്തില്ല. കാരണം അനുഗ്രഹത്തിൽ പോകുന്നവന്റെ മുമ്പിൽ സാത്താൻ കീഴ്പ്പെടും, വചനത്തിൽ നിൽക്കുന്നവന്റെ മുമ്പിൽ സാത്താൻ താഴെ വീഴും. അല്ലാതെ നമുക്ക് അഭ്യാസം അറിയാം, എനിക്ക് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, നീ ഇതിലൊന്നും എനിക്ക് കഥയില്ല, വിശ്വാസമില്ല എന്ന് പറയുന്നവന്റെ മുമ്പിലല്ല. യേശുവിന്റെ അനുഗ്രഹം കിട്ടിയ 72 പേരും പറഞ്ഞു ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. 72 പേരും പറഞ്ഞു ഞങ്ങൾക്കൊരു ടെസ്റ്റിമണി പറയാനുണ്ട്, ഞങ്ങൾക്കൊരു അനുഗ്രഹം പറയാനുണ്ട്. കർത്താവേ, നിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ നിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾ ഈ 2 പേരായി പോയപ്പോൾ ഞങ്ങളെ തോൽപ്പിക്കാൻ എഴുന്നേറ്റ് നിന്ന പിശാചുക്കൾ കീഴടങ്ങുന്നത്, താഴെ വീഴുന്നത്, തകരുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. എവിടെയോ നിങ്ങൾക്ക് വിജയിക്കണമോ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അത് ഒറ്റ ഒരു ശക്തി കൊണ്ട് മാത്രം കഴിയത്തില്ല. കുഞ്ഞെ, നിന്റെ മേൽ വരേണ്ട ഒരു അഭിഷേകമുണ്ട്, നിന്റെ മേൽ വരേണ്ട ഒരു കടാക്ഷമുണ്ട്. ഒറ്റയ്ക്ക് നിനക്ക് ഒന്നും നേടാൻ കഴിയില്ല. ബൈബിൾ പറയുന്നു, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നീ ചിലപ്പോൾ വലിയ അഭിപ്രായമൊക്കെ പറയും, ഞാൻ ചെയ്യും, ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറയും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ നീ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി തിരിച്ചു വരും. എന്നാൽ നിന്റെ മേൽ ഒരു കടാക്ഷമുണ്ടെങ്കിലോ, നിന്റെ മേൽ ഒരു അനുഗ്രഹമുണ്ടെങ്കിലോ, പിശാചുക്കൾ നിന്റെ മുമ്പിൽ കീഴടങ്ങുന്നത് ആരും നിന്നെ കാണിക്കേണ്ട, നീ തന്നെ അത് കാണും. കാരണം മറ്റൊന്നുമല്ല, നിനക്ക് കുറെ ശരീരമുള്ളത് കൊണ്ടോ ആരോഗ്യമുള്ളത് കൊണ്ടോ അല്ല, നിന്റെ മേൽ പകർന്നു കിട്ടിയ ഒരു അഭിഷേകത്തിന്റെ മുദ്ര നിന്റെ തലേ കിടപ്പുള്ളതുകൊണ്ടാ. 72 പേരെയും യേശു അടുത്ത് വിളിച്ച് അവരെ അനുഗ്രഹിച്ച് ഈ 2 പേരെ പറഞ്ഞയച്ചപ്പോൾ അവർ പറഞ്ഞ സാക്ഷ്യമാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ കീഴടങ്ങുന്നത് കണ്ടു. അവർ ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കി, പക്ഷെ ഞങ്ങൾ തോറ്റില്ല. കാരണം ഞങ്ങളുടെ മേൽ കിടന്ന ഒരു അഭിഷേകമുണ്ട്. ഇപ്പോൾ ഇവിടെ കേൾക്കുന്ന അമ്മമാരും അപ്പച്ചമാരും യുവതി യുവാക്കൾ സകലരെയും ബഹുമാനത്തോടെ കാണുകയാണ്. ഈ വചനം കേൾക്കുവാൻ ഒരു ഭാഗ്യവും അവസരവും ദൈവം തന്നല്ലോ. ഇങ്ങനെയൊന്ന് പ്രസംഗിക്കാൻ, ഇതുപോലെയൊക്കെ പ്രസംഗിക്കാൻ ഒരു വാക്ക് എനിക്ക് നൽകിയല്ലോ. കർത്താവ്, ഇതൊന്നും എന്റെ ശക്തിയിലല്ല, ഞാൻ എന്റെ ബുദ്ധിയിൽ പറയുന്നതല്ല, ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്നതും ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നതും ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്ക്. നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പിശാചു ജയിക്കാതിരിക്കാൻ, നിങ്ങളുടെ തലമുറകളുടെ മേൽ പിശാചു ജയിക്കാതിരിക്കാൻ ഒരുപാട് പ്രശ്നമുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കൾ ദൈവത്തിൽ നകന്നു നിൽക്കുന്നു. പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ല, വാതിലടയ്ക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അവർക്ക് ഭക്തി ഇഷ്ടമില്ല, അവർക്ക് ദൈവാരാധന ഇഷ്ടമല്ല, അവർക്ക് ദേഷ്യം വരുന്നു, അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് പോകണം, ജീവിക്കണം എന്നൊക്കെ പറയുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ വേദനയാണ്. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളിൽ വരുമ്പോൾ, ആ അനുഗ്രഹം ഈ വചനത്തിലൂടെ കിട്ടുമ്പോൾ, നിങ്ങളും നാളുകളിൽ പറയും, നിങ്ങളുടെ തലമുറ വിളിച്ചു പറയും, ഞങ്ങളുടെ മുമ്പിൽ പിശാചുക്കൾ കീഴടങ്ങുന്നത് ഞാൻ കണ്ടു, അന്ധകാര ശക്തികൾ ഞങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. ഈ ജനത്തിനത് കാണാൻ ഭാഗ്യമുണ്ടാകുന്നു. ഈ തലമുറകളുടെ മേൽ ഒരു തിന്മയും വിജയിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ ഉയർന്നു വരികയില്ല. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയും ഒരു തീമയും നിന്നെ തൊടുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഈ അർത്ഥമുള്ള ഗാനം ചേർന്ന് പാടുകയാണ്. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ പറഞ്ഞു. ഇതുപോലൊരു ആശ്വാസം
എന്റെ താതന്റെ മാർവിടമേ. അർത്ഥമറിഞ്ഞെന്ന് പാടാമോ? ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. പിന്നെയോ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടമേ. തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ വേദനകൾ, എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ആ രണ്ടു കരങ്ങളും ഉയർത്തി ഒന്ന് പറഞ്ഞു, ഇതുപോലെ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് അടുത്ത വരികളൊന്ന് പാടാമോ? സ്വർഗ സുഖപീഠം വെടിഞ്ഞോ എന്നെ തേടി വന്നവനേ. സ്വർഗ സുഖപീഠം വെടിഞ്ഞോ എന്നെ തേടി വന്നവനേ. തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞോ തന്നെ താൻ താഴ്ത്തിയോനേ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി. അതുകൊണ്ട് കരമുയർത്തി ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. കരങ്ങൾ താഴ്ത്തി പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനത്തോടെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ പറയാം, നിങ്ങളുടെ കരങ്ങൾ ദൈവകരങ്ങളായി മാറും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ഒരു തിന്മയും ഒരു അന്ധകാരവും അവരുടെ മേൽ വിജയിക്കുന്നതല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾ തന്നെ പറയും, പിശാചുക്കൾ ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുന്നത് ഞങ്ങൾ കാണുന്നു. അതിനുവേണ്ടി എന്താ ചെയ്തത്? ഒറ്റ കാര്യം ചെയ്തുള്ളൂ, യേശുവിൻ്റെ അടുത്തു നിന്ന് കിട്ടിയ ആ ഒരൊറ്റ അനുഗ്രഹം, ആ ഒരൊറ്റ ആശീർവാദം, അത് ആ വ്യക്തിയെ സന്തോഷത്തോടെ ആയിരിക്കാൻ ഇടവരുത്തി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭാഗ്യം കൈവരുന്ന ഒരു ബോധ്യം കിട്ടുന്ന ദിവസമായിരിക്കട്ടെ ഇത്. ഇത് നിസ്സാരമായോ വിലയില്ലാത്ത ഒന്നായോ കാണരുത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഈ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത് നിങ്ങളുടെ അകത്ത് ഒരു നല്ല ബോധ്യമുണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവാന്നല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ കറക്റ്റായിട്ട് അത് പ്രസംഗിക്കുന്നു എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. നല്ല ബോധ്യമുണ്ട്. അടുത്തൊരു വാക്യമാണ് 18-ാമത്തെ വാക്യം. അനുഗ്രഹത്തിൽ യേശുവിൻ്റെ ഒരു ആശീർവാദം സ്വീകരിച്ചപ്പോൾ കിട്ടിയ അടുത്ത വാക്യമാണ്. അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. അത്രേ, സ്വർഗത്തോളം ഉയർന്നാലും ഇടിമിന്നലോലെ താഴോട്ട് വീഴുന്നത് ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ.
അതാ പറഞ്ഞത്, ഇന്ന് പിശാച്, ഇന്ന് സാത്താൻ നിങ്ങളിലോ നിങ്ങളുടെ കുടുംബത്തിലോ എത്ര ഉയർന്ന നിൽക്കുന്നതിലും നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഭിഷേകം, നിങ്ങൾ കേൾക്കുന്ന ഒരു വചനത്തിന് അത്രയും ഉയരത്തിൽ ഉയർന്ന ഒരു തിന്മയാണേലും ഇടിമിന്നൽ പോലെ നിബദിക്കുന്ന, അത്രയും പെട്ടെന്ന് താഴോട്ട് വീഴുന്നത് ഞങ്ങൾ കണ്ടു. ആമേൻ. പിശാചിന് ജയിക്കാൻ കഴിയുന്നില്ല. അനുഗ്രഹമുള്ള 72 പേരെ പിശാചിന് തോപ്പിക്കാൻ പറ്റുന്നില്ല. പറ്റാത്ത വിധത്തിൽ എന്തോ ഒരു ശക്തി അവരിൽ വന്നതുപോലെ ഇത് നിങ്ങൾക്ക് വേണം, എനിക്ക് വേണം, നമ്മുടെ കുടുംബങ്ങളിൽ വേണം. അടുത്തൊരു വാക്യം കൂടെ വായിക്കുകയാണ്, 19-ാമത്തെ വാക്യം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ബൈബിളിൽ ഈ വാക്കുണ്ടെന്ന് നോക്കിക്കേ, മീതെ എന്നൊരു വാക്കുണ്ടെന്ന് നോക്കിക്കേ. ഒന്നും കൂടെ വായിക്കുവാണ്. ഇതാ പാമ്പുകളുടെയും തേളിന്റെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ മുകളിൽ കൂടെ ചവിട്ടി നടക്കാൻ എന്ന് പറഞ്ഞാൽ, പാമ്പായാലും തേളായാലും ശത്രുവിന്റെ ശക്തിയായാലും നിന്റെ കാൽപാദത്തിന്റെ അടിയിലായിരിക്കും അതിന്റെ സ്ഥാനം. ആമേൻ. നിന്റെ പാദത്തിന്റെ മുകളിൽ കയറാൻ കഴിയാത്ത വിധം അത്രയും പോലും അതിന് എത്താൻ കഴിയില്ല. എഴുതിയിരിക്കുവാണ്, പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ശക്തികളും നിന്റെ കാൽപാദത്തിന്റെ താഴെ അതിന്റെ മുകളിൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം കിട്ടും. ആമേൻ. എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഈ തൈലം അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ പ്രാർത്ഥനയോടെ തരുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ നിങ്ങൾ പ്രാർത്ഥന ചൊല്ലി അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, അവർ തിന്മയുടെ മുകളിൽ കൂടെ എന്തു പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ, അവർ പഠിക്കുന്ന സ്കൂളിൽ കോളേജിൽ കൂട്ടുകെട്ടിലൊക്കെ തിന്മയുണ്ട്, കൂട്ടുകെട്ട് മോശമാണെന്നൊക്കെ പറഞ്ഞാലും അതിലൊന്നും അവരുടെ കാൽപാദം പോലും താണു പോകത്തില്ല. അവരുടെ സ്ഥാനം അതെല്ലാം, അവിടെ എന്തൊക്കെ പ്രയാസമുണ്ടെന്ന് നിങ്ങൾ കേട്ടാലും, അവിടെ എന്തെല്ലാം വെല്ലുവിളികളുണ്ടെന്ന് കേട്ടാലും, അഭിഷേകത്തിൻ്റെ നിഴലുള്ള, അഭിഷേകത്തിൻ്റെ അനുഗ്രഹം നെറ്റിയിലുള്ള ആ കുഞ്ഞിന് ആ വ്യക്തിക്ക്, ആ മകൻ, ആ മകൾക്ക് അതിൻ്റെ മുകളിൽ കൂടെ നടക്കുവാൻ അധികാരം ദൈവം തന്നോണ്ടിരിക്കും. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിച്ചു നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ബൈബിളിന്റെ അടിസ്ഥാനമാണ്. എല്ലാ ദിവസവും ഒരു പ്രിയപ്പെട്ട പള്ളിയിലെ ഒരാൾക്ക് വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കത് പ്രാർത്ഥനയോടെ മേടിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ കരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കൾ പറയണം, കർത്താവേ, എൻ്റെ ഈ കരം കുറവുള്ളതാ, പാപിയാ, പക്ഷെ എൻ്റെ കരത്തെ ദൈവകരങ്ങളാക്കി മാറ്റണം. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശബ്ദത്തെ ദൈവശബ്ദം പോലെ എൻ്റെ വീട്ടിൽ മുഴങ്ങണം. പ്രാർത്ഥിക്ക്. നിങ്ങൾ ചില മാറ്റങ്ങൾ കാണും, നിങ്ങൾ തന്നെ ചില അടയാളങ്ങൾ കാണും. ഞങ്ങൾ പോയ സ്ഥലത്ത് കണ്ടിട്ടില്ലാത്ത നാട്, കേട്ടിട്ടില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത വ്യക്തികൾ സാക്ഷ്യം പറയാൻ ഓടി വന്നിട്ട് പറയുവാണ്, അച്ഛാ, ഇതെൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവ് ഫാദറിൻ്റെ ആ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ആ 21-ാം തീയതി ഒരു പ്രസംഗം പറഞ്ഞില്ലേ, ഒരു പ്രസംഗം. എൻ്റെ ഭർത്താവ് അന്ന് കുടി നിർത്തിയതാണ്. ആരും തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ. നിനക്ക് വചനത്തിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹം നിനക്ക് തരുന്നത് നിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന തിന്മകളുടെ മേൽ ജീവിക്കാനുള്ള അധികാരമാണ്. അധികാരം, ശക്തി. ഹല്ലേലൂയ. ഞാൻ ധ്യാനത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവിടെ വന്നു. അവർ പ്രാർത്ഥിക്കാനായി വന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അവർ പറഞ്ഞത് ശരീരത്തിൻ്റെ കുറച്ച് പ്രതിസന്ധികളെക്കുറിച്ചാണ്, വേദനയെക്കുറിച്ചാണ്, അവരുടെ ശരീരത്തിലുണ്ടായ ചില മുഴകളെക്കുറിച്ചാണ്. ഡോക്ടർമാർ അത് ഒരു അല്പം പേടി പറഞ്ഞു, അല്പം ടെൻഷൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഭർത്താവ് പറയുവാണ്, അച്ചോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി. ഞാൻ ഫാദറിനെ വിളിക്കാമെന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ധ്യാനത്തിന് വരാൻ പറ്റുമെന്ന് ഡേറ്റ് ചോദിച്ചാണ് വന്നത്. ഞാനൊരു കള്ളുകൂടിയനായിരുന്നു, ഭയങ്കര മോശ സ്വഭാവമായിരുന്നു. ഇവള് പിണങ്ങിപ്പോയി, ഇവിടെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അന്ന് ഞാൻ എൻ്റെ ഫോണുമായി ഞാൻ കുളിക്കാനായി ബാത്റൂമിൽ കയറി. ഞാൻ ഫാദറിൻ്റെ ഒരു പ്രസംഗം ആ സോപ്പ് കൊട്ടി വെക്കുന്ന സ്ഥലത്ത് ഓണാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ തുടങ്ങി. ആ ബാത്റൂമിലിരുന്ന് ഫാദർ പ്രസംഗിച്ച ഒരു വചനം ഞാൻ അവിടുന്ന് കേട്ടത്. അന്ന് ഞാൻ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിൽ തോന്നി,
ഇനി കുടിക്കണ്ടെന്ന്. അന്ന് ഞാൻ നിർത്തിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ജീവിതം ഉള്ളത്. അന്ന് തൊട്ടാ ഞാൻ കുടുംബത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുന്നത്, സമാധാനം ഉള്ളത്. ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ കെട്ടുകഥ പറയുവല്ല, ഞാൻ ഒരു ഭാവനയിൽ സംഭവം പറഞ്ഞതല്ല. അത്ഭുതമായി തോന്നി. അയാൾ ജീവിതം മാറി. അദ്ദേഹം പറഞ്ഞു, ഇപ്പം എനിക്ക് വീടായത്, കുടുംബമായത്, സന്തോഷമായത്. ഞാൻ ഇങ്ങനെയാണ് ഫാദറിൻ്റെ പ്രസംഗം കേട്ടോ, ഞങ്ങൾ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. അത് തരുന്നത് നിനക്കൊരു അഭിഷേകമാണ്. എൻ്റെ വചനമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, എൻ്റെ ആശയമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് അവിടെ പ്രവർത്തിച്ചത്. എന്റെ വചനങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല, എന്റെ വചനത്തിന് ശക്തിയൊന്നുമില്ല. ദൈവത്തിന്റെ വചനത്തിലാണ് അവിടെ ശക്തിയുള്ളത്. ദൈവത്തിന്റെ വചനമാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, വ്യക്തിയെ മാറ്റുന്നത്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം 20-ാമത്തെ വാക്യം, ഈ 19-ാമത്തെ വാക്യത്തിന്റെ അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട് 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുവാണേ, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒന്നും ഉപദ്രവിക്കുകയല്ലെന്ന്. അതാ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ, ഇത് +2 SLC പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹിച്ചു വിടുമ്പോൾ ലോകത്തിൻ്റെതായതൊന്നും അവരെ ഉപദ്രവിക്കുകയില്ല. 10 വർഷത്തിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാ ദിവസവും അത് വേണം. ആദ്യം അങ്ങനെ ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. എല്ലാ ദിവസവും അത് വേണം. ഈ വചനം സത്യമാണ്, എഴുതിയിരിക്കുകയാണ്. ഒന്നും അവരുടെ ജീവനെ, ജീവിതത്തെ, ഭാവിയെ, വിദ്യാഭ്യാസത്തെ, വീടിനെ, സാഹചര്യങ്ങളെ, സാമ്പത്തികത്തെ, ഈ അനുഗ്രഹത്തിലാണോ നിൽക്കുന്നത്? ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒന്നും നിങ്ങളുടെ വീടിനെ ഉപദ്രവിക്കുകയില്ല. ഒന്നും നിങ്ങളുടെ സമ്പത്തിനെ ഉപദ്രവിക്കുകയില്ല. ഒന്നും നിങ്ങളുടെ ശരീരത്തെ ഉപദ്രവിക്കുകയില്ല. ഒരു മന്ത്രവാദമോ കൂടോത്രമോ ക്ഷുദ്രക്രിയ ചെയ്തവന്റെയോ പ്രവർത്തികൾ ഒന്നും വില പോകത്തില്ല. ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിലര് പറയില്ലേ, നിന്റെ തലയിലെഴുത്ത് മോശമാന്ന്. തലയിലെഴുതും, ആരെങ്കിലും തലയെഴുതി നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല ഇതുവരെയായിട്ട് എഴുതിയത്. പക്ഷെ നമ്മളെക്കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട്. നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്, മന്ത്രവാദി എഴുതിയിട്ടുണ്ട്, നമ്മളെക്കുറിച്ച് കൂടോത്രക്കാർ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ പറഞ്ഞതും മനുഷ്യൻ എഴുതിയതുമല്ല നിന്റെ ജീവിതത്തിൽ നടക്കുക. ദൈവം പറഞ്ഞതും ദൈവം നിന്നെ കുറിച്ച് എഴുതിയതുകൊണ്ട്. ചുമ്മാതാണേലും പറയും നിന്റെ തലയിലെഴുത്ത് മോശമാന്ന്. ആ വാക്കിനകത്ത് എന്തോ ഒരു കഥയുണ്ട്, ഒരു കാര്യമുണ്ട്, എന്തോ എഴുത്തുണ്ട്. ചുമ്മാതെ വായി വന്നൊരു പൊട്ടവാക്കല്ലത്. ദൈവം ഓരോരുത്തർക്കും എഴുതിയിട്ടുണ്ട് ചിലത്. പക്ഷെ നീ ഉഴപ്പിയാൽ അത് മാഞ്ഞു പോകും. നല്ല പ്രായത്തിൽ എത്തേണ്ട സ്ഥാനമുണ്ട്, നേടിയെടുക്കേണ്ട വിജയമുണ്ട്. അന്നേരം കാള കളിച്ച് നടന്നാൽ, കൂട്ടുകൂടി നടന്നാൽ, ഫോണിന് അഡിക്റ്റ് ആയാൽ, ശ്രദ്ധിക്കാതെ ജീവിച്ചാൽ ദൈവം നിന്നെക്കുറിച്ച് എഴുതി വെച്ചത് നീ പോലും അറിയാതെ മാഞ്ഞു തേഞ്ഞു പോവും. എന്നാൽ നീ ദൈവവിചാരത്തോടെയാ നീ നടക്കുന്നതെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് എഴുതിയത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. ചിലര് പറയാറുണ്ട് നല്ല തലവരെയുള്ള കൊച്ചാന്ന്. തലവരയിൽ ഉഴപ്പിപ്പോയിട്ടില്ല. ദൈവവിചാരത്തോടെ നീങ്ങിയത് കൊണ്ട് ആ വ്യക്തി വിജയിച്ചത്. സാധാ മനുഷ്യന്റെ വാക്കുകളാണ് തലയിലെഴുത്ത്, തലയിൽ വരാന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പറയുവാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്നും ഉപദ്രവിക്കാതിരിക്കാൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നിന്റെ മേൽ വേണം. ഒരിക്കലും ചിന്തിക്കരുത് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവര് പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് നീ എവിടെയും എത്തത്തില്ലെന്ന്, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് നീ രക്ഷപ്പെടിയാലെന്ന്, എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു കഴകത്തില്ലാത്തവനാണെന്ന്. പക്ഷെ അതൊന്നുമല്ല ജീവിതത്തിൽ നടന്നത്. വലിയ അറിവുള്ള ഗുരുക്കന്മാർ പോലും പറഞ്ഞിട്ടുണ്ട് നീ രക്ഷപ്പെടത്തില്ലെന്ന് എന്നോട്. പക്ഷെ മനുഷ്യൻ ആര് പറഞ്ഞാലും അതല്ല നടക്കുന്നത്. ദൈവം പറഞ്ഞതും ദൈവം നിന്നെ കുറിച്ച് എഴുതിയതും നിന്നിലും നിന്റെ കുടുംബത്തിലും നടക്കും. ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ ആൾക്കും ആയുസ് കുറവാണ്, ഞങ്ങളെല്ലാവരും പെട്ടെന്ന് മരിച്ചു പോകും. അതാരാ നിന്നോട് പറഞ്ഞത്? അത് അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞതാണ്. വേറെ ആരാ നിന്നോട് പറഞ്ഞത്? അത് നിന്റെ കുടുംബക്കാർ പറഞ്ഞതാണ്. അതേ നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് നിന്നെ തളർത്തും. എന്നാൽ നിങ്ങൾ പറയണം, അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അസൂയക്കാരൻ പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, മന്ത്രവാദി പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ നടക്കുന്നത് കൈനോട്ടക്കാരൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതും എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. വിശ്വസിക്കുന്നു. അതൊക്കെ വിശ്വസിച്ച് ഏറ്റെടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഒന്നും, ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഒന്നും എന്ന വാക്ക് ഒരു രണ്ടക്ഷരമേ ഉള്ളൂ, പക്ഷെ ജീവിതത്തോളം ആഴമുണ്ട്. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒന്നും, നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരു അപകടവും വരികയില്ല. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒന്നും അതിനെ കയറി തകർക്കുകയില്ല. നിങ്ങൾ ഒരു അനുഗ്രഹത്തിലാണോ നിൽക്കുന്നത്, നിങ്ങളുടെ 5 പൈസ ഒരുത്തം പറ്റിച്ചോണ്ട് പോവുകയല്ല. നിങ്ങളുടെ 1 ലക്ഷം രൂപ, പലരും പറയില്ല ഞങ്ങളുടെ പൈസ പറ്റിച്ചോണ്ട് പോയി, ഞങ്ങളുടെ പൈസ ഇപ്പൊ വായ്പ കൊടുത്ത ഇപ്പൊ തരുന്നില്ല പുള്ളി, ഇപ്പൊ പുള്ളി ഫോൺ എടുക്കുന്നില്ല. എന്താ അങ്ങനെ ആലോചിക്കാതെ കൊടുത്തത് എന്നതാ? എന്തിനാ ആലോചിക്കാതെ കൊടുത്തത്? എന്തിനാ ആലോചിക്കാതെ ചെയ്തത്? ദൈവം നിനക്ക് ദൈവാനുഗ്രഹത്തിലാണ് നിൽക്കുന്നെങ്കിൽ നിന്നെ ആരും പറ്റിക്കാൻ ഇടവരികയില്ല, നിന്നെ ആർക്കും ചതിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നു. ഒരാൾക്ക് ചതിക്കാൻ ബൈബിൾ എഴുതിയിരിക്കണം, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയല്ലെന്ന്. വിശ്വാസത്തോടെ ഒന്ന് ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പറഞ്ഞ് ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല. ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കും. ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല, ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല. വിശ്വാസത്തിന്റെ വാക്ക. അടുത്ത വചനം കൂടെ എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്യം, എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. അടുത്ത വാക്യം കേട്ടോ, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിന്റെ പേര് വേറൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അവിടെ കയറി മായ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ എഴുതിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഫോണിലൂടെ, വാട്സപ്പ്, ഫേസ്ബുക്കിലൂടെ ഒക്കെ എഴുതി വിടും. അതൊക്കെ ഇഷ്ടം പോലെ എഴുതട്ടെ, പക്ഷേ വേറൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നിന്റെ കൈ എത്തത്തില്ല, അത്രയും പൊക്കത്തിൽ അതിരിക്കുന്നത്. സ്വർഗത്തിൽ നിങ്ങളുടെ എന്റെ പേര് ഇവിടെയുള്ളവർ ഇട്ടതല്ലേ, അത് ആരിട്ടതായിക്കൊള്ളട്ടെ, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതും. എഴുതപ്പെട്ടിട്ട് പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പാസ്റ്റ് ടെൻസ് ആണ്. എഴുതപ്പെടും, എഴുതപ്പെടാം, നോക്കട്ടെ, പേന തെളിയുവാണ്, എഴുതാന്നല്ല, എഴുതപ്പെട്ടിരിക്കുന്നു, പാസ്റ്റ് ടെൻസിലാ. അപ്പൊ നീ പോലും അറിഞ്ഞിട്ടില്ല നിന്റെ പേര് എഴുതിയത്. നമ്മൾ ദൈവത്തിലും ദൈവവചനത്തിലും നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ പേര് സ്വർഗത്തിൽ എഴുതാൻ തുടങ്ങും. നിങ്ങളുടെ മക്കളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതി വെക്കാൻ തുടങ്ങും. അവ ഒരിക്കലും ഒരു തിന്മയും അവരെ തൊടുകയില്ല. എന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരാധനയുടെ സമയത്ത് നിയോഗത്തിൽ എഴുതിയ 300 പേരുടെ പേരുകൾ ഇവിടെ ഉറക്കെ പറയുന്നത്. ആ പേര് സ്വർഗത്തിലുള്ള പേരാണ്. ഇവിടെ മാത്യു എന്ന് പറയുമ്പോൾ ആ പേര് സ്വർഗത്തിലുണ്ട്. ഇവിടെ ജോസ് എന്ന് പറയുമ്പോൾ ആ പേര് അവിടെയുണ്ട്. ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മേലൊരു വിടുതൽ വ്യാപരിക്കാതിരിക്കുകയില്ല. കാരണം എന്റെ പേര് ഇവിടെയുള്ള 10 പേർക്ക് പോലും അറിയത്തില്ല, പക്ഷെ എന്റെ പേര് ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ പുസ്തകത്തിൽ ആ പേരുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ആരാധിക്കാൻ പോവുകയാണ്, ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. ഒന്നും കൂടെ കേട്ടെ. കേട്ടതൊക്കെ ചെറിയ കാര്യമായി തോന്നും, പക്ഷേ ഒത്തിരി കാര്യമുണ്ട്. ആദ്യം കേട്ട കഥയൊന്നും മറക്കല്ല്. ആരോ ഒരു ഫോട്ടോക്കാരൻ ക്യാമറ കൊണ്ടെടുത്ത ഫോട്ടോയാണ്. പൊട്ടിയ ചെരുപ്പും അത് വെള്ളത്തിലൂടെ കലക്ക വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നതും അതിൻ്റെ മുകളിൽ ഒരു കോഴിക്കുഞ്ഞ് നിൽക്കുന്നതും താഴെ എഴുതി വച്ചിരിക്കുവാണ്, ഒന്നിനെയും വില കുറച്ച് കാണല്ല്. പൊട്ടിയ ചെരുപ്പാണേലും ആ കോഴിക്കുഞ്ഞിനെ ജീവനോടെ നിലനിർത്തിയത് ആ പൊട്ടിയ ചെരുപ്പാണ്. ഒരുപക്ഷെ ഈ കുഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇയാളാണോ പ്രസംഗിക്കുന്നത്, ഓ ഇയാളാണോ പാടുന്നത്, ഇവിടെയൊക്കെ എന്താ ഉള്ളത്, ഇവിടെ എന്ത് പ്രത്യേകതയുള്ളത്? നോക്കുമ്പോൾ ഞാനും ഒരു വള്ളി പൊട്ടിയ ചെരുപ്പാണ്. പറയത്തക്ക യോഗ്യത വീടിനോ ഒന്നിനും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നീ ആദ്യം പോയി നിന്റെ വീടിനെ നന്നാക്ക്, ആദ്യം നിന്റെ വീട്ടുകാരെ നന്നാക്ക് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ വള്ളി പൊട്ടിയ ചെരുപ്പാണെന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന അറിവോടെയാണ് ഈ മൈക്കും പിടിച്ചു നിൽക്കുന്നത്. ഞാൻ വള്ളിയുള്ള പുതിയ ചെരുപ്പൊന്നുമല്ല, ഉപയോഗിച്ചാരോ എടുത്തെറിഞ്ഞു കളഞ്ഞ പൊട്ടിയ ചെരുപ്പാണ്. പക്ഷെ പൊട്ടിയ ചെരുപ്പിനും ജീവനെ രക്ഷിക്കാൻ ചിലപ്പോൾ പറ്റും. ഈ പറയുന്ന വചനം ഇവിടെ ഇരിക്കുന്ന ജനങ്ങളെ മനസ്സിനെ തൊടാതിരിക്കത്തില്ല. ഒരു തിന്മയും വരികയില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഭംഗിവാക്കല്ല, അത് ദൈവവാക്കാണ്. ആമേൻ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം കൂടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഏറ്റവും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോട്ടെ. ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി കരമുയർത്താൻ ആഗ്രഹമുണ്ട്, ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ, ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരെ, യുവതി യുവാക്കളെ, ഒന്നും തോയോ എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല, എൻ്റെ വീട്ടുകാർ ശരിയല്ല, എൻ്റെ വീട് ശരിയല്ല, എനിക്ക് ഭാഗ്യമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിയ ചെരുപ്പാണ് എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നും പറയരുത്.
പക്ഷെ ചിലരൊക്കെ നിന്നിലൂടെ ആയിരിക്കും കുഞ്ഞെ നാളുകളിൽ രക്ഷപ്പെടുന്നത്. മരത്തിൽ നിന്ന് വീണ ഉണക്ക ഒരു ഇലയ്ക്ക് പോലും ചെറിയ ജീവിതങ്ങളെ രക്ഷിക്കാൻ കഴിവുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, കിണറ്റിലും കുളത്തിലും ഒക്കെ വീണ് കിടക്കുന്ന ഇലയുടെ മുകളിൽ ഉറുമ്പ് കയറിയിരിക്കുന്നു, ഓന്ത് കയറിയിരിക്കുന്നു. അതൊക്കെ എങ്ങനെയോ വെള്ളത്തിൽ വീണപ്പം ആ വെള്ളത്തിൽ മുങ്ങിച്ചാകേണ്ട സ്ഥാനത്ത് രക്ഷപ്പെടുത്തിയത് ആ ഉണക്ക ഇലയാണ്. ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടി ഇന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഇവിടെ ഇരിക്കുന്ന അമ്മമാര് അല്ലെങ്കിൽ അപ്പച്ചന്മാരൊക്കെ ചിന്തിക്കും, ദൈവമേ ഞാനൊക്കെ പ്രാർത്ഥിച്ച വല്ലതും നടക്കുമോ? ഒരു അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എൻ്റെ കെട്ടിയവനൊരു കള്ളുകൂടിയാ, ഭയങ്കര പ്രശ്നമാണ്, സമാധാനം ഇല്ല. എൻ്റെ മക്കളെയൊക്കെ രക്ഷപ്പെട്ടു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് നടക്കുമോ? പൊട്ടിയ ചെരുപ്പാണെന്ന് തോന്നിയാലും നിന്നിലൂടെയും ചില അത്ഭുതങ്ങൾ സംഭവിക്കും കേട്ടോ. നമ്മളവർക്ക് സ്കൂളിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസത്തിൽ എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. പൊട്ടിയ ചെരുപ്പാണെന്ന് തോന്നിയാലും ചില ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താൻ നിനക്ക് പറ്റും. നീ ഒരു ബ്ലെസ്സഡ് ആണ്. യു ആർ സോ ബ്ലെസ്സഡ്. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ പേര് മനുഷ്യനും മായ്ക്കാൻ കഴിയാത്ത വിധം ഒരു പുസ്തകത്തിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. നിന്റെ പേര് സ്വർഗത്തിൽ ഉണ്ട്. ഇവിടെയുള്ള പുസ്തകത്തിനകത്താണ് അതൊക്കെ ആൾക്കാർ മായ്ച്ച് കീറിക്കളയും. ഇത് ആർക്കും അത്രയും നീളമുള്ള കൈയൊന്നുമില്ല മായ്ച്ച് കളയാൻ, കീറിക്കളയാൻ. എത്ര കലക്ക വെള്ളമാണെങ്കിലും അത് തെളിയും. കണ്ണുകളടച്ച് അക്കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, മലൈ പോലെ തുമ്പം എനശൂളബോധ അത് പനി പോരുകിടും സേവവരെ. എന്താ പാടിയെന്നറിയാം? മല പോലെ പ്രശ്നമുണ്ടെങ്കിലും അത് എന്നെ ശൂളം പോലെ എന്നെ ചുറ്റി നിന്നാലും അത് പനി പോലെ, അത് മഞ്ഞുപോലെ ഉരുകൂന്ന് വിശ്വസിച്ച്. മഴ പോലെ തുമ്പം എനശോടും ബോധ അത് പണി പോലെ ഉരുകിടും സേവവരെ. പറയാമോ? മല പോലെ തുമ്പം എനശോടും ബോധ അത് പനി പോലെ ഉരുകിടും സേവവരെ. കൺമണി പോലെന്നെ കാപ്പവരെ, ഉള്ളം കയ്യിൽ പൊരുന്തന്നെ നിറയ്പ്പവരെ. കൺമണി പോലെന്നെ കാപ്പവരെ, ഉള്ളം കയ്യിൽ പൊരുന്തന്നെ നിറയ്പ്പവരെ. നീർപോതു എൻ വാഴിലെ ഏസയ്യാ, നീർപോതു എൻ വാഴിലെ. ആമേൻ. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, യേശുവേ ഈ അനുഗ്രഹയിൽ വരുന്നവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്, കർത്താവ് ഈ ഭക്ഷണം അത് തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്നും, തൃശ്ശൂർ നിന്നും, കാസർഗോഡ് നിന്നും, കണ്ണൂർ നിന്നും, അങ്ങ് കട്ടപ്പനയിൽ നിന്നൊക്കെ, ഇടുക്കിയിൽ നിന്നൊക്കെ വാഹനങ്ങൾ സ്പെഷ്യലായി ബസ്സിലൊക്കെയായി വന്നവരുണ്ട്. സമീപത്തു നിന്ന് വന്നവരുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അയൽവാസികളുണ്ട്, ദേശക്കാരുണ്ട്, ഇടവകയിൽ നിന്ന് വന്നവരുണ്ട്. സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഓർക്കട്ടെ ഒരു നിമിഷം. നിങ്ങളൊരു ആർസിക്കാരനോ, ലാറ്റിൻകാരനോ, മലങ്കരക്കാരനോ, യാക്കോബോയോ, ഓർത്തഡോക്സോ, മാർത്തോമ, ഏത് സഭയിൽപ്പെട്ട ആളുമാകട്ടെ, ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ്. ഞങ്ങൾ നിങ്ങളെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ, അതിനെ ഞങ്ങൾ ഒത്തിരി ബഹുമാനത്തോടെ കാണുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒരു വാക്കോ
ഒരു പ്രവൃത്തിയോ പെരുമാറ്റമോ വിഷമോ ഉണ്ടായെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കരുത്. കാരണം പല കാര്യങ്ങളെ കാണുകയും ഇടപെടുകയും പോവുകയും വരികയും ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാതെ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു എന്ന് വരിക്കും. ആ ദേഷ്യം കൊണ്ടല്ല, ചില സാഹചര്യങ്ങൾ കൊണ്ടാണ്. അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാനത് പറയുകയാണ്. ഒരുപക്ഷെ മനുഷ്യരല്ലേ, മനുഷ്യൻ്റെതായ ചില കുറവുകൾ ഉണ്ടാകാം ഇടപാടുകളിൽ. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കും. അനുഗ്രഹയെ സ്വന്തം വീട് പോലെ കാണുന്നവരാ നിങ്ങൾ. ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവരാ നിങ്ങൾ. ഒരു നിമിഷം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഒന്ന് ഓർത്തേ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കണമെന്ന് പറഞ്ഞോണം. SLC +2 +1 പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ പോകാൻ പരീക്ഷ എഴുതുന്നവർ, പഠിക്കുന്നവർ ഒക്കെയുമുണ്ട്. അവരുടെ ശിരസിൽ അവരുടെ ജീവിതങ്ങളെ നോക്കി എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഈ വിഷയം ഇന്ന് നിയോഗം വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർത്ത് ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് നിങ്ങളിൽ വ്യാപരിക്കട്ടെ. ഒരുപക്ഷെ ഒരു കുടുംബ സമാധാനത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളുകളുണ്ടാകാം. ഭാര്യ ഭർത്തൃബന്ധം വഴക്കിൽ അത് അസ്വസ്ഥതയായി അകന്നു നിൽക്കുന്നവരുണ്ടാകാം. കടുത്ത സാമ്പത്തിക പ്രയാസത്തിൽ ആകെ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നവരുണ്ടാകാം. അവരെ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ നിയോഗത്തോടെ ചേർത്ത് വയ്ക്കുന്നു. മക്കൾ വഴിതെറ്റിപ്പോയല്ലോ, തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടുപോയല്ലോ, അവർ ലഹരിക്ക് അടിമയാണല്ലോ, എന്തു ചെയ്യും ദൈവമേ, ഉപദേശിച്ചാൽ മനസ്സിലാകില്ല, അവർക്ക് നന്മ പറഞ്ഞാലും തിന്മയായി അവർ എടുക്കുന്നു, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബത്തിനകത്തൊരു സന്തോഷമില്ലാതെ വേദനിക്കുന്നവരുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജോലിയിൽ പ്രമോഷൻ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ലഹരിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. തടസ്സം കൂടാതെ ആ ജോലിയിൽ ആ രാജ്യത്ത് പോകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പഠിത്തത്തിൽ പുരോഗതി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അലർജി രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബത്തിനകത്ത് ഐക്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കടം വീട്ടുവാനുള്ള വഴി തെളിയാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിദേശത്ത് ജോലിക്ക് പോയി അവിടെ ഒന്നും ശരിയാകാത്ത വിധത്തിൽ വിഷമിക്കുന്നവരുണ്ട്. രോഗം സൗഖ്യമാകാൻ സ്ഥലം വിറ്റ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതായത് മകളുടെ വിവാഹം നടക്കുവാൻ ഏറ്റവും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. 100 നിയോഗങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില രോഗപീഠകൾ പോലെ വിഷമിക്കുന്നവരുണ്ടോ? ഒരു നിമിഷം ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാമോ, യേശുവിന്റെ സൗഖ്യമാക്കുന്ന കരം ഇന്ന് എന്നെ തൊടുന്നു. യേശുവിന്റെ വചനത്തിനകത്തുള്ള ആ വിടുതലിന്റെ ശക്തി എനിക്കൊരു വഴികൾ തുറക്കുന്നു. യേശുവിന്റെ അത്ഭുതം ഇന്നും എന്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ചില അത്ഭുതങ്ങളുടെ വാതിലുകളെ ദൈവമേ തുറക്കണമേ. ഈ ജനത്തിന്റെ മേൽ ഒരു പുത്തൻ അഭിഷേകത്തെ പകരണമേ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു വിടുതൽ അയക്കണമേ. അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ടാകണമേ. അനേക അത്ഭുതങ്ങൾ സംഭവിക്കണമേ. അങ്ങയുടെ അത്ഭുതങ്ങൾ ഇവിടെ ആവർത്തിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് ശബ്ദമുയർത്തി എന്ന് സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ ഈ ജനത്തിന്റെ മേൽ അങ്ങ് വർഷിക്കണമേ. ചില അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണമേ. ചില വിടുതലുകൾ ഇവിടെ സംഭവിക്കണമേ. ചില അത്ഭുത മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കണമേ. പുതിയ തുടക്കങ്ങൾ ഉണ്ടാകണമേ. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. പുതിയ വഴികൾ തുറക്കട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ചില പുതിയ വഴികൾ തുറക്കാൻ ഇടവരട്ടെ. സ്തുതിക്കുന്നു യേശുവേ, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. ഞങ്ങളെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഒന്ന് കരമടിച്ച് ഇരുവശങ്ങളിലേക്കോ കരങ്ങളടിച്ച് സന്തോഷത്തോടെ വിശ്വാസത്തോടെ പാടാം. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പാടാമോ? ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. സകലത്തെയും സൃഷ്ടി ചെയ്തവൻ പറയാമോ? സകലത്തിനും പരിപാലകരെ, സകല
സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, പ്രഭുവായവനെ, ഉറപ്പുള്ള പാറയിൽ കോട്ടയുമേ, ആദിയും അന്തവുമായവനെ, ഉറപ്പുള്ള പാറയിൽ കോട്ടയുമേ, വഴിയും സത്യവുമായവനെ, ഏകരക്ഷാമാർഗമായവനെ, വഴിയും സത്യവുമായവനെ, ഏകരക്ഷാമാർഗമായവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, പരിശുദ്ധനെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നമുക്കൊരു നിമിഷം നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. നമ്മൾ നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുറച്ചു സമയം പ്രാർത്ഥിക്കുവാണ്. നമ്മൾ 300 പേരുടെ പേരുകളാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്നലെ നമ്മൾ ഓരോ വെള്ളിയാഴ്ചകളിലും ഒരുപാട് പേരുടെ പേരുകൾ പറയുവാൻ നമുക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ട്. 300 പേരുടെ പേരുകളാണ് ഓരോ വെള്ളിയാഴ്ചകളിലും പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കാമോ? നമ്മൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇതൊരു പ്രോഗ്രാമല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആരുടെയൊക്കെ പേരുകൾ പറയുന്നോ അവരുടെ ജീവിതത്തിൽ ആ സമയത്തൊരു വിടുതലുണ്ടാകണമെന്നാണ് അകത്ത് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പേര് ദൈവ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ആ പേരിനകത്ത്, ആ വ്യക്തിക്കകത്ത്, ആ കുടുംബത്തിനകത്ത് അത് വിടുതലായി മാറി വരും, അനുഗ്രഹമായിട്ട് വരും. നമുക്കെല്ലാവർക്കും അതിന് മറുപടിയായി കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സവിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സജീവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എയ്സ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡിജോ കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുഭാഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആവണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജയ്സണ് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റബേക്കായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേബിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജി പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാൻ ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻമേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോൺ പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽഫോൻസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നെയ്തന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എഡിസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീനയ്ക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നു. സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാനറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാങ്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റാണി മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഥിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിനോജ് കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിജോ പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുഷ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്ലസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രഞ്ജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിമി എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനു വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജു പീറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപ്പച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബി പീറ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽഫ്രഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെന്നിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷ്ലിൻ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോഷി മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽബിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ത്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിൻഡു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർഗരറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജയലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയപ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിസിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിബിറ്റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിസ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമുവൽ ടീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽവൻ ഡിക്രൂസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോൺസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇയോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എയ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ റിൻഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിധിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോമറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സി വി ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനു പ്രദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജൂബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജൂഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏലിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോൾ ഷാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാമികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അക്സയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെൽവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീപുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനീതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലില്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിലാഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീതുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ടീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്കച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റെബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡാലിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്വിൻ സുരേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹിമ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിലോമിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെൽമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിബിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിധുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപർണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടിൻഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിൽദായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിസ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എസ്തേറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏലിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെറീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുര്യാക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സേജലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈൻ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ് ബെൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിംനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡാൽഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുഷ്പവല്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രഞ്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹെലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീജായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രേമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപ ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോൺ എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹെൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോൻസി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെൽനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഞ്ജന സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിസ്മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാക്കോച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രേമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. 301 പേരുടെ നിയോഗങ്ങളാണ് സമർപ്പിച്ചത്. അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇപ്പോൾ നിയോഗ ജപമാല കൊന്ത കയ്യിലുണ്ടെങ്കിൽ കയ്യിലെടുക്കാം. നമ്മൾ ആ നിയോഗത്തിലെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിയോഗ കൊന്ത എങ്ങനെയാ ചെല്ലണ്ടേന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി ഒരു വാക്ക്. ഈ കാശുരൂപത്തിൻ്റെ മുകളിലുള്ള ഒരു മുത്ത് ദിവസവും കേൾക്കുന്ന ആ വചനം ആ വിശ്വാസത്തോടെ ആ മുത്തിൻ്റെ സ്ഥാനത്ത് പറയണം. പുറപ്പാട് 14 വചനം ആ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് യുദ്ധം ചെയ്യും. ഈ വചനം ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ആ വചനത്തോട് ചേർത്ത് വെച്ച് യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എൻ്റെ തടസ്സങ്ങൾ മാറ്റി സാധിച്ചു തരണം 33 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് നിയോഗ കൊന്തയിൽ നമ്മൾ ചെല്ലുന്നത്. ഹല്ലേലൂയ. ഇത് ഒരു സാധാരണ പ്രാർത്ഥനയായിട്ടൊക്കെ നമുക്ക് തോന്നാം. അതായത് നമ്മൾ കണ്ട ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നല്ല നാളുകൾ ഉണ്ടാകണം. നിങ്ങൾ നാളുകളിൽ കരയുന്നു എന്ന് കേൾക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നാളുകളിൽ നിങ്ങൾ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം. മനുഷ്യൻ എഴുതിയതും മന്ത്രവാദി പറഞ്ഞതും അല്ല ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം എഴുതിയതും ദൈവം പറഞ്ഞതുമാണ് കുഞ്ഞെ ജീവിതത്തിൽ നടക്കുന്നത്. പലരും പലതും നമ്മളെക്കുറിച്ച് എഴുതും പറയും. അതെല്ലാം കേട്ട് ഡൗൺ ആയി ഡെസ്പായിട്ട് പോകല്ല്. മനുഷ്യൻ പറഞ്ഞത് അവസാനത്തെ വാക്കല്ല. ദൈവം പറഞ്ഞതാണ് നിന്റെ ജീവിതത്തിൽ നടക്കുക. ഇവിടെ നിൽക്കുന്ന ചിലർ ചിന്തിക്കും, അയ്യോ അവർ
പറഞ്ഞു കല്യാണം നടക്കത്തില്ല, അവർ പറഞ്ഞു നീ എവിടെയും എത്തത്തില്ല, അവർ പറഞ്ഞു നിനക്കെന്തോ ശാപമുണ്ട്. അതെല്ലാം വേദവാക്യം പോലെ തലയിലെടുത്ത് വയ്ക്കരുത്. ദൈവം നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന്, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു 72 പേരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ വചനം എഴുതിയിട്ടുണ്ട്. അവർ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഇതാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏതു കാര്യമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി മനസ്സിൽ കൊണ്ടുവന്നത്, ആ വിഷയത്തെ ഏൽപ്പിച്ചു തരാൻ പോവുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച്, ഒരു പൊട്ടിയ വള്ളി പൊട്ടിപ്പോയ ഒരു ചെരുപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ? വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആ വെള്ളപ്പൊക്കത്തിൽ കുറേ കമ്പും കോലും കരികലയും പ്ലാസ്റ്റിക്കും വേണ്ടാത്തതെല്ലാം ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആരോ വള്ളി പൊട്ടിപ്പോയതിൻ്റെ പേരിൽ എടുത്തെറിഞ്ഞൊരു ചെരുപ്പ്, ആ ചെരുപ്പിൻ്റെ മുകളിൽ ഒരു കോഴിക്കുഞ്ഞിരിക്കുന്നു. അതൊരു ഫോട്ടോ, ഒരു ക്യാമറമാൻ ഫോട്ടോ എടുത്ത് പേപ്പറിൽ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ്: വള്ളി പൊട്ടിയ ചെരുപ്പാണെന്നും പറഞ്ഞ് അവഗണിക്കാൻ വരട്ടെ, ആ വള്ളി പൊട്ടിയ ചെരുപ്പിന് പോലും ഒരു കോഴിക്കുഞ്ഞിൻ്റെ ജീവനെ രക്ഷിക്കാൻ പറ്റി. വെള്ളത്തിൽ കിടക്കുന്ന ഇലകൾ, മരത്തിൽ നിന്ന് വീണ ഇല വെറും കരികില, വെറും ഇല, ചിലപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാം അതിൻ്റെ മുകളിൽ കുറേ ഉറുമ്പുകൾ കയറിയിരിക്കുന്നു. ആ ഉറുമ്പിൻ്റെ ജീവനെ രക്ഷിക്കാനായി ഉണക്ക ഇലയ്ക്ക് പറ്റി. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് കുഞ്ഞെ ദൈവത്തിൻ്റെ മുമ്പിൽ വചനമാണ്. എൻ്റെ വചനമല്ല നിങ്ങൾ കേൾക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തിന് നിങ്ങൾ അനേകം ജീവിതങ്ങളെ തൊടാനുള്ള ശക്തിയുണ്ട്. പൊട്ടിപ്പോയ ഒരു ചെരുപ്പിനൊരു കോഴിക്കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദൈവസന്നദ്ധി നിൽക്കുമ്പോൾ തോന്നും, ദൈവമേ എൻ്റെ ജീവിതവും വള്ളി പൊട്ടിപ്പോയ ഒരു ചെരുപ്പാണ്, പലരും എറിഞ്ഞു കളഞ്ഞതാണ്, ഉപേക്ഷിച്ചതാണ്, തള്ളിക്കളഞ്ഞതാണ്. ഓ എൻ്റെ ജീവിത പങ്കാളി കള്ളുകൂടിയനാണല്ലോ, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെയാണല്ലോ. സാരമില്ല കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ അനേകരുടെ ജീവിതങ്ങളെ രക്ഷിക്കാൻ. നിന്റെ ഒരു തലമുറയെ കയറ്റി ഉയർത്തി ദൈവാരാധനയുള്ള അനുഗ്രഹമുള്ള ഒരു തലമുറയിൽ എത്തിക്കാൻ നിനക്ക് പറ്റും. അമ്മേ നിനക്ക് പറ്റും, അപ്പച്ചൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പറ്റും. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വെഞ്ചരിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ കയ്യിലെടുത്ത് പിടിക്കുക. ഈ സമയം എടുത്ത് കയ്യിൽ പിടിക്കാം. നിയോഗക്കൊന്ത ഉയർത്തിപ്പിടിച്ച് 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുവാണ്. അതിനുശേഷം ഈ നേർച്ച ഭക്ഷണവും എണ്ണയും വെള്ളവും ആളുകൾക്ക് പ്രാർത്ഥിക്കാനായി നൽകുന്ന തൈലവും ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരും. ഈ അൽത്താരയിൽ നിങ്ങളുടെ സാക്ഷ്യം ഉയർന്നു കേൾക്കാൻ ഒരു സമയമുണ്ട്. അങ്ങനെ ചേട്ടാ ഇന്ന് എത്ര പേര് സാക്ഷ്യം പറഞ്ഞു എന്ന് ചോദിച്ചാൽ കണക്ക് പറഞ്ഞ 36ഓളം പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ 45, 50, 35 പേര് സാക്ഷ്യം പറയണമെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവാത്മാവുണ്ട്. ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ അനുഗ്രഹിച്ചു മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇവിടെ വന്ന് കരയുന്നവരെ ദൈവം സ്വീകരിക്കുന്ന, ഏറ്റെടുക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് പറയുന്നു: നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ആ ഉയർത്തിയ കരങ്ങളോടെ ചിലപ്പോൾ നിങ്ങൾ ഒരു പാസ്പോർട്ട് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇവിടുന്ന് മേടിച്ച നിയോഗത്തിരിയുണ്ട്, കൽക്കുരിശിൽ മേടിച്ച് എണ്ണയുണ്ട്, ഒഴിച്ച് എണ്ണയുണ്ട്. സകലതും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു നേർച്ച നേർന്ന് ഈ അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ നിന്നും മൈക്കെടുത്ത് എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണം. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ സാക്ഷ്യം വേണം, എനിക്ക് ജോലി കിട്ടിയതിൽ ദൈവം ഇടപെട്ടതിൻ്റെ സാക്ഷ്യം വേണം,
എന്റെ കടബാധ്യതയിലും ദൈവം വിടുവിച്ചതിന്റെ സാക്ഷ്യം വേണം. ദൈവം എനിക്കൊരു വഴി തുറന്നതിന്റെ ഒരു സാക്ഷ്യം എനിക്ക് പറയണം. എന്റെ രോഗ സൗഖ്യമായതിന്റെ സാക്ഷ്യം എനിക്ക് വേണം. എന്റെ കുടുംബത്തിനകത്തുള്ള സകല ബന്ധനങ്ങളും വിടുവിക്കപ്പെട്ടതിന്റെ സാക്ഷ്യം എനിക്ക് വേണം. എന്റെ കുടുംബം ഐക്യത്തിലായതിന്റെ സാക്ഷ്യം എനിക്ക് വേണം. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ജലം തളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവ പ്രവർത്തികൾ ഇവിടെ സംഭവിക്കണമേ. ഇപ്പോൾ അടയാളങ്ങൾ സംഭവിക്കണമേ. ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവിടെ ആവർത്തിക്കപ്പെടണമേ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ശബ്ദമുയർത്തി ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ തിരുരക്തത്താൽ ഈ ജനത്തെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ തിരുരക്തത്താൽ ഇവരെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ നിയോഗങ്ങളെ ഈ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വരമുയർത്തി വിളിക്കുന്നു, യേശുവേ, യേശുവേ. സ്തുതിക്കുന്നു യേശുവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ചു പാടാം. യോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. കരമടിച്ചു പാടിയോ. പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ. വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ. വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ. ഞാനോ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ. ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടും. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. കാരണം എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. ആമേൻ. കണ്ണുകളടച്ച കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ശരീരത്തിൽ രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ആ കരം ആ വേദനയുള്ള ഭാഗത്ത് ചേർത്ത് വച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ആ ഭാഗത്ത് ഉണ്ടാകട്ടെ. ചിലർ പറയുന്നുണ്ട്, എൻ്റെ വയറിനകത്തൊരു മുഴയുണ്ട്, എൻ്റെ തലയ്ക്കകത്തൊരു ട്യൂമറുണ്ട്. അങ്ങനെ വേദനിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങളും നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവശക്തി സൗഖ്യമായി വെളിപ്പെടും. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിലൂടെ സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ ആ അലർജി മാറും. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരം സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ ആ വേദന മാറും. നട്ടലിൻ്റെ വേദന, നട്ടൽ ബൾജ് ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, ശിരസ സംബന്ധമായ പ്രശ്നങ്ങൾ, എല്ലു തേയ്മാനം, പറ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് അത്ഭുതമാകട്ടെ. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ പറയുന്നുണ്ട്, ഞാൻ പഠിച്ചു, എനിക്ക് ജോലിയൊന്നും ആയില്ല, എനിക്ക് പഠിച്ചിട്ട് എനിക്ക് എവിടെയും ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നില്ല, ജർമ്മനി പോകാൻ ആഗ്രഹിച്ചു, ആ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചു, ആ രാജ്യത്ത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് റിജക്റ്റ് ആകുന്നു. കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ പറ, ഞാൻ ഇതിനകത്ത് അത്ഭുതങ്ങളെ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിച്ച വിഷയം നിരാശപ്പെടേണ്ടി വരത്തില്ല. ഞാൻ ഇതിനകത്ത് അത്ഭുതങ്ങളെ കാണും. എത്ര രാവിലെ 7 മണിക്ക് ഇതിനകത്ത് വന്നിരുന്നവരുണ്ട്. ഇന്ന് നേരം വെളുത്ത് 4 മണിക്ക് ഇതിനകത്ത് കയറി ഇരുന്നവരുണ്ട്. ഇന്നലെ 12 മണിക്ക് ഈ ഹാളിനകത്ത് ആളുണ്ടായിരുന്നു. ഇത്രയും സമയം ഒന്ന് പുറത്തു പോലും ഇറങ്ങാതെ എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ച നിങ്ങൾ പറ, ഇതിനകത്ത് ഞാൻ അത്ഭുതങ്ങളെ കാണും. എൻ്റെ മകനോ മകളോ ഇങ്ങനെ ഒരു കാര്യത്തിൽ പരിശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, മമ്മി അപ്പച്ച ഇനി എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയാകുന്നില്ല. ആ സ്ഥാനത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ മകൻ അനുഗ്രഹമാക്കി മാറ്റണമേ, അവനിലാണ് ഞങ്ങൾക്ക് പ്രത്യാശയുള്ളത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച്
കാസർഗോഡ് ഇടുക്കിയിൽ നിന്ന് വന്ന ഒരു മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നിമിഷം ഞങ്ങൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ശാരീരികമായ പ്രതിസന്ധിയിൽ ഒത്തിരി കൃപയുള്ള ഒരു പയ്യനാണ്, ഒരു അനുഗ്രഹമുള്ള ആ മകന് വേണ്ടി, ആ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകൻ എഴുന്നേറ്റ് നടക്കണം, ആ മകൻ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ആ മകൻ ഒരു സാക്ഷ്യമായി തീരണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്ഥലം വിൽക്കാൻ മണ്ണുമായി വന്നവരുണ്ട്, ഇവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ചില അത്ഭുതങ്ങളെ കാണും കേട്ടോ. പ്രാർത്ഥിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ദൈവം വഴി തുറക്കും. മനുഷ്യൻ എന്തൊക്കെ തരത്തിൽ അത് വാതിലടച്ചാലും ആ വഴി ദൈവം തുറന്നിരിക്കും. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. മന്ത്രവാദി പറഞ്ഞതോ, കൂടോത്രക്കാരൻ പറഞ്ഞതോ, ശത്രുക്കൾ പറഞ്ഞതോ, അസൂയാലുക്കൻ പറഞ്ഞതോ, എഴുതിയതോ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതുമാ എൻ്റെ ജീവിതത്തിൽ നടക്കുക. വിശ്വാസം. എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടക്കും? എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ലല്ലോ, അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. കൈയെത്തുന്ന ദൂരത്ത് നിനക്കൊരു അത്ഭുതങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾ പറ, എൻ്റെ കുടുംബത്തിൽ സന്തോഷമുള്ള ഒരു കാര്യം നടക്കും, എൻ്റെ കുടുംബത്തിൽ സന്തോഷത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത്രയും കാര്യമായി പ്രാർത്ഥിക്കുവാണ്. ഇപ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന ആ ഒരു തൈലത്തെ ഒന്ന് മനസ്സിൽ കണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? ഇത് കറിക്കകത്തൊഴിക്കാനും ചോറിലൊഴിക്കാനുമുള്ള ഒന്നും എണ്ണയല്ല, ഇതൊരു തൈലമാണ്. ഇത് നിങ്ങളുടെ കുഞ്ഞ് എടുത്തു പഠിക്കുന്ന ഒരു പ്രായമുള്ള കുഞ്ഞായിരിക്കാം. നിങ്ങൾ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഏതാണ്? യേശുവേ, തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് എൻ്റെ ഈ മകനെ, ഈ മകളെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. എന്നും പ്രാർത്ഥിക്കണം. അവർ അനുഗ്രഹമുള്ളൊരു തലമുറയെ നമ്മൾ വേണം വളർത്തിക്കൊണ്ടുവരുവാൻ. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? ഈ അനുഗ്രഹയെ ലോകാവസാനത്തോളം ദൈവത്തെ കൊടുക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു പുണ്യഭൂമിയാക്കി മാറ്റണമേ. അല്ലാതെ പൈസ പിരിക്കുന്ന ഒരു സമ്പത്തുണ്ടാക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറരുത്. ദൈവത്തെ കൊടുക്കുന്ന ഒരു ആരാധനാലയമായി മാറണം. മനുഷ്യൻ എത്ര കൊടുമ്പിരി കൊള്ളുന്ന പ്രശ്നത്തിൽ വരുമ്പോഴും ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പണമല്ല, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൂരെ നിന്ന് വന്നവരെല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഇടുക്കിയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ്, കണ്ണൂർ, എല്ലാ ഭാഗത്തും വന്ന് നിങ്ങളുടെ തിരിച്ചുള്ള യാത്രകളിലെ ആ യാത്ര ബസ്സിലാകട്ടെ കാറിലാകട്ടെ ലക്ഷ്യ വീടെത്തുന്നത് വരെ ദൈവത്തിൻ്റെ ഒരു കരുതൽ. അവിടെ എത്തുമ്പോൾ വണ്ടി കിട്ടുമോ, തിരിച്ച് വീട്ടിലെത്താൻ പറ്റുമോ? നിങ്ങൾ സുരക്ഷിതമായി വീട്ടിലെത്തും. കാരണം നിങ്ങൾ കേട്ടിട്ട് പോകുന്നത് വചനമാണ്. ഒരു തിന്മയും നിങ്ങൾക്ക് വരികയില്ല, ഒരനർത്ഥവും നിങ്ങൾക്ക് വരികയില്ല. ഈ 2 ദിവസം മാറ്റിവെച്ചത് നഷ്ടമായി പോകണ്ടായിരുന്നു എന്നൊരു കുഞ്ഞു പോലും പറയില്ല. എൻ്റെ സാക്ഷ്യത്തെ ഈ അൽത്താരയിൽ ഈ ജോയിച്ചേട്ടൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളൊരു സാക്ഷ്യത്തെ പറയേണ്ട ഒരു സമയവും സാഹചര്യവും വരും. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ കമഴ്ത്തി പിടിക്കാമോ? എന്നിട്ട് ആ തൈലം അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പുരട്ടി പ്രാർത്ഥിക്കണം. അടുത്ത വെള്ളിയാഴ്ചയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള തൈലങ്ങൾ കൊടുക്കും. അറിഞ്ഞു കേട്ട് ഒരുപാട് പേര് വരും, അവർക്ക് ഞങ്ങൾ തൈലം കൊടുക്കും. കാരണം ഒരു തലമുറയെ നമ്മുടെ പ്രാർത്ഥന വേണ്ട രക്ഷിച്ചെടുക്കണം. ഒരു കരികലയ്ക്ക് പോലും വെള്ളത്തിൽ കിടക്കുന്ന ഉറുമ്പിനെ രക്ഷിക്കാൻ പറ്റില്ലേ? പൊട്ടിയ ചെരുപ്പിന് ഒരു കോഴിക്കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ലേ? പിന്നെയാണോ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അനേകരെ രക്ഷിക്കാൻ പറ്റില്ലേ? അനേകരെ ഉയർത്താൻ പറ്റില്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്വരമുയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ഇതിനുശേഷവും ഞങ്ങളെല്ലാ വൈദികരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെയുണ്ട്. ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുമോ? ഇങ്ങനെ ഓർക്കണം. ഇപ്പോൾ തോമസ് അച്ഛനായാലും സോജനച്ഛനായാലും ഞങ്ങൾ വൈദികരാര് ശിരസിൽ കരങ്ങൾ, നിങ്ങളുടെ ആ നിയോഗത്തെ മനസ്സിൽ കണ്ട് ഈ വൈദികൻ്റെ കരം ദൈവകരത്തിന് തുല്യമാണ്. ആ കരം എൻ്റെ പ്രാർത്ഥന അനുഗ്രഹമായത് മാറണം. അതങ്ങനെ പറഞ്ഞത് സ്വീകരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ വൈദികൻ തന്നെ, അടുത്ത നിങ്ങൾ ശുശ്രൂഷകൻ എണ്ണ എടുത്തു തരും. ആ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു.
വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ചേർന്ന് ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ശബ്ദം ഉയർത്തി. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. നിങ്ങൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരെയെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കാണാൻ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷകൾക്ക് ശേഷം ഞങ്ങൾ നിങ്ങളെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇന്ന് രാവിലെ നമ്മൾ ഏകദേശം 5:30 പ്രാർത്ഥനകൾ ആരംഭിച്ചത്. അപ്പോൾ ഈ സമയം മറ്റൊന്നിനും മാറ്റിവെക്കാതെ ഈ സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട്. 1-2 അറിയിപ്പുകൾ ശ്രദ്ധിക്കാമോ? 2 മാസം കൊണ്ട് നമ്മുടെ ഈ അനുഗ്രഹിയിൽ വന്ന കത്തുകൾ 2856 എണ്ണമാണ്. അതിൽ വിദേശത്ത് നിന്ന് വന്നത് 800 കത്തുകളാണ്. എല്ലാ കത്തുകൾക്കും, ഇന്ത്യയിൽ ഈ വിദേശത്തല്ലാത്ത എല്ലാ കത്തുകൾക്കും മറുപടി അയച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കത്തുകൾക്ക് വേണ്ടി വാട്സപ്പിലൂടെ, ഇമെയിലിലൂടെ അല്ലാതെ എല്ലാ കത്തുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഈ ആലയത്തിൽ ശരിക്കും ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ ദൈവം അതുപോലെ ഇടപെടുന്നൊരു അനുഭവം എനിക്കുണ്ട്. കാരണം എല്ലാ ദിവസവും 100-ലധികം ആളുകൾ ഇവിടെ വരികയും എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. പല ആഘോഷങ്ങൾക്ക് വരുമ്പോഴും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി അനുഗ്രഹമായി അതിനെ കാണുന്നു. കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി, അത് കുരിശിൽ എണ്ണയൊഴിച്ച് അതിലെഴുതി പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിശ്വാസമായും അനുഗ്രഹമായും മാറുന്നു. വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നൊവേന വ്യാഴാഴ്ചകളിൽ ചെല്ലുന്നത് ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങളിലേക്ക് അത് നയിക്കുന്നു. ദിവികാരുണ്യ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അനുഗ്രഹത്തോടെയാണ് ഓരോരുത്തരും ഇവിടുന്ന് മടങ്ങുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഗ്രഹം ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം.